ഓം ശാന്തി. ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് വീണ്ടും താങ്കളെല്ലാവർക്കും മുന്നിൽ വിശേഷിച്ച് അഷ്ടശക്തികളുടെ പ്രാപ്തികളോടൊപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഈ വിഷയവുമായിട്ട് സംഗമയുഗത്തിൽ. ഇതും ഒരു വ്യത്യസ്തമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. ദൂരെ ഇരിക്കുമ്പോഴും പരസ്പരം നമ്മൾ ഒരുമിക്കുന്നു. ഡ്രാമ ഓരോ രീതിയിലും എങ്ങനെ ക്ലോസ് ആയിരിക്കണമെന്നും ഈ കാര്യത്തെ പ്രതി നമ്മളെ ശക്തിശാലിയാക്കി മാറ്റുന്നുണ്ട് ഡ്രാമ. ഇപ്പോൾ ഈ മുഴുവൻ വിശ്വത്തിലും ബ്രാഹ്മണാത്മാക്കൾ ഓരോരോ സ്ഥാനത്തിരുന്നു കൊണ്ടോ എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് വളരെ സുന്ദരമായിട്ടുള്ള മിലനം ആഘോഷിക്കുന്നത്. അതിലും അഷ്ടശക്തികളുടെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ ഉണ്ടാകണം. അത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്, എവിടെയാണ് പ്രയോഗിക്കേണ്ടത്, എവിടെ ഏത് ശക്തികളെ യൂസ് ചെയ്യണം, ഇത് വളരെ മഹത്വമുള്ള കാര്യമാണ്. കാരണം പരമാത്മാവ് നമുക്കെല്ലാവർക്കും സമ്പത്തിൻ്റെ രൂപത്തിൽ ഈ മുഴുവൻ ദിവ്യമായ ശക്തികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ ശക്തികൾ ഉണ്ടായിട്ടുകൂടി നമ്മളെല്ലാവരും എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയാതെ പഴയ സംസ്കാരങ്ങളുടെ വശീഭൂതരായി മാറി ഇടയ്ക്കിടയ്ക്ക് പഴയ സ്വഭാവ സംസ്കാരങ്ങൾ പവർഫുള്ളായിട്ട് മാറും. അപ്പോൾ ഈ ദിവ്യമായ ശക്തി ഉണ്ടായിട്ടുകൂടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ കാരണം കൊണ്ട് നമുക്കെല്ലാവർക്കും ഈ അഷ്ടശക്തികളുടെ പ്രയോഗം ഉണ്ടാകണം. ഇതെങ്ങനെ നമുക്ക് അഷ്ടശക്തികളെ പ്രയോഗിക്കണം, അതിനാണ് ഈ ഒരു പരമ്പര ഉണ്ടായിരിക്കുന്നത്. നമ്മൾ സഹനശക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. സഹനശക്തി എപ്പോഴും തന്നെ നമ്മളെ വളരെയധികം ഉയരങ്ങളിലേക്ക് എത്തിക്കും, ലക്ഷ്യത്തിലെത്തിച്ചേരും. ഇന്ന് നമ്മളെല്ലാവരും ഉൾക്കൊള്ളാനുള്ള ശക്തിയാണ് എടുക്കുന്നത്. ഈ ഉൾക്കൊള്ളാനുള്ള ശക്തിയെ ഒരു കഥയുടെ രൂപത്തിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തുടങ്ങുന്നത്. ഒരു പ്രാവശ്യം ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ വളരെ ചെറിയൊരു കടക്കാരനുണ്ടായിരുന്നു. കച്ചവടക്കാരനാണ് അദ്ദേഹം. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരത്ത് അദ്ദേഹം നഗരത്തിൽ ചുറ്റിക്കറങ്ങാൻ ഇറങ്ങും രാജാവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈകുന്നേരമാകുമ്പോഴേക്കും കച്ചവടമൊക്കെ കഴിഞ്ഞു. 1-2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ സഞ്ചിയിൽ ബാക്കിയായിട്ടുള്ളത്. അപ്പോൾ രാജാവ് അത് വാങ്ങിച്ചു. അങ്ങനെ ആ പൈസ കൊടുത്ത് രാജാവ് അത് വാങ്ങിച്ചു. ഒരു ദിവസം അങ്ങനെ വേറൊരു ദിവസം രാജാവ് ഇങ്ങനെ നഗരത്തിൽ പ്രദക്ഷിണം ഇറങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഒരു കളിപ്പാട്ടം വിൽക്കുന്ന ആളെ കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ, കച്ചവടക്കാരൻ്റെ കയ്യിൽ 3 കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു ബാക്കിയായിട്ട് വിൽക്കാനേ. അദ്ദേഹം വളരെ വളരെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, പാവകളെടുക്കൂ, വിചിത്രമായ പാവകളെടുക്കൂ എന്ന് പറഞ്ഞ് കച്ചവടക്കാരൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ രാജാവ് അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തി. അപ്പോൾ മനസ്സിലാക്കിയത് ഇതാണ്, രാജാവ് ആ 3 കളിപ്പാട്ടങ്ങളുടെയും വില വ്യത്യസ്തമായിരുന്നു. ആദ്യത്തെ പാവയായിരുന്നു, അതിൻ്റെ പൈസ എന്ന് പറയുന്നത് 10 രൂപ. രണ്ടാമത്തെ വിലയെന്ന് പറയുന്നത് 100 രൂപയായിരുന്നു. മൂന്നാമത്തെ കളിപ്പാട്ടത്തിൻ്റെ വില അതിൻ്റെ 1000 രൂപയായിരുന്നു. അപ്പോൾ രാജാവ് ചോദിച്ചു, ഈ 3 കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ ഒരേപോലെയുണ്ടല്ലോ, പിന്നെ വില മാത്രം എന്താണ് വേറെ വേറെ? ആ സമയത്ത് കളിപ്പാട്ടം വിൽക്കുന്ന അയാൾ പറയാൻ ആരംഭിച്ചു, കാണാൻ ഇതെല്ലാം ഒരേപോലെ തന്നെയാണ്, പക്ഷേ ഇത് 3ൻ്റെയും വിശേഷതകൾ വേറെ വേറെയാകുന്നു. എന്ത് വിശേഷതയാണ്? അപ്പോൾ പറയാൻ തുടങ്ങി, ആദ്യത്തെ പാവയുടെ വിശേഷതയാണ്, അതിൻ്റെ ചെവിയിൽ ഒരു നൂലിട്ടാൽ അത് മറ്റേ ചെവിയിലൂടെ പുറത്തേക്ക് വരും, അതിനാണ് 10 രൂപ. രണ്ടാമത്തെ പാവ, അതിൻ്റെ ചെവിയിലും ഓട്ടയുണ്ടല്ലോ, ആ ഓട്ടയിലൂടെ ഒരു നൂലിട്ട് കഴിഞ്ഞാൽ അത് വായിലൂടെ പുറത്തേക്ക് വരും,
അതാണ് 100 രൂപ. മൂന്നാമത്തെ പാവയ്ക്കും ചെവിയുണ്ട്. ചെവിയിലെ ഓട്ടയിലൂടെ നൂലിട്ടാൽ അത് ഉള്ളിലേക്കായിരിക്കും പോവുക. ഒരിക്കലും ആ നൂല് പുറത്തേക്ക് വരില്ല. അതിനാണ് 1000 രൂപ. നോക്കൂ, ഇതിൻ്റെ അർത്ഥം എന്താകുന്നു? അതായത് 10 രൂപയുടെ വിലയാണുള്ളത് ആദ്യത്തെ പാവയ്ക്ക്. അതിനർത്ഥം ആ പാവയ്ക്ക് എന്തെങ്കിലും കേൾപ്പിച്ചു കൊടുത്താൽ അതെന്ത് സംഭവിക്കുന്നു? അടുത്ത ചെവിയിലൂടെ പുറത്തേക്ക് പോകുന്നു. നല്ല കാര്യങ്ങൾ കേട്ടാലും എന്ത് കാര്യങ്ങൾ കേട്ടാലും അത് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ കളയുന്നു. അതായത് കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നു. അത് ഗ്രഹിച്ചില്ല, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് പകർത്തിയില്ല. അതായത് കേൾക്കുന്നതിൻ്റെ വാല്യൂ മനസ്സിലാക്കണില്ല. ഇനി രണ്ടാമത്തെ പാവയുടെ 100 രൂപയുടേതായിരുന്നു. അവരെ എന്ത് കാര്യങ്ങൾ കേട്ടാലും അത് നല്ല കാര്യങ്ങളാണെങ്കിൽ അത് മോശമാണെങ്കിലും അത് വായുകൊണ്ട് വർണ്ണിക്കും. നല്ല കാര്യങ്ങൾ കേട്ടാലും അത് മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കും. അപ്പം മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാകും. അതാണ് അതിൻ്റെ വില 100 രൂപ. എന്നാൽ മൂന്നാമത്തെ പാവയുടെ വില 1000 രൂപയാകാനുള്ള കാരണം എന്ത് നല്ല കാര്യങ്ങൾ കേട്ടാലും ആ കേട്ട കാര്യങ്ങളെ തൻ്റെ ഉള്ളിലേക്ക് ഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അതായത് ഉള്ളിലേക്ക് അതിനെ ഒതുക്കുന്നു, ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു, തൻ്റെ ജീവിതത്തിലേക്ക് അതിനെ സ്വീകരിക്കുന്നു. അഥവാ മോശമായ കാര്യമാണെങ്കിൽ പോലും അതിനെയും ഉൾക്കൊള്ളുന്നു. അതായത് ഉള്ളിലേക്ക് എടുക്കുന്നു, അതിനൊരിക്കലും പകർത്തുന്നില്ല അർത്ഥം ഒരിക്കലും മറ്റുള്ളവരിലേക്ക് പരത്തുകയും ചെയ്യുന്നില്ല. തൻ്റെ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യുന്നില്ല. അതേപോലെ മറ്റുള്ളവരിലേക്ക് പകരാൻ അനുവദിക്കുകയും ചെയ്യുന്നില്ല. അതേപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ വാല്യൂ ഈ ഉൾക്കൊള്ളാനുള്ള ശക്തിയുടെ ആധാരത്തിലാണ്. ജീവിതത്തിൽ എപ്പോഴും തന്നെ മനുഷ്യർ പല കാര്യങ്ങൾ കേൾക്കുന്നു, അതിനെ കേട്ടിട്ടും കേൾക്കാതിരിക്കുകയും ചെയ്യുന്നു. അത് അവരുടെ സ്വാഭാവികമായിട്ടുള്ള നേച്ചറാണ്. അതിനെ ജീവിതത്തിലേക്ക് ഗ്രഹിക്കുന്നില്ല അഥവാ സ്വീകരിക്കുന്നില്ല. അപ്പോൾ പ്രാപ്തിയും അവർക്കുണ്ടാവില്ല. എന്നാൽ ചിലരാണെങ്കിലോ കേൾക്കുന്നുണ്ട്, അതിനെ വർണ്ണിക്കുന്നു. ശരിയാണ്, മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നു, വളരെ നല്ല കാര്യമായിട്ട്. അപ്പോൾ അവർക്ക് കുറച്ച് വാല്യൂ ഉണ്ടായിരിക്കും. എന്നാൽ എല്ലാ കാര്യങ്ങളെയും, ഓരോരോ കാര്യങ്ങളെയും ജീവിതത്തിൽ ഗ്രഹിക്കുക, അല്ലെങ്കിൽ അതിനെ അവനവൻ്റെ ഉള്ളിൽ ഒതുക്കുക. അങ്ങനെ ആരാണോ ഏത് കാര്യത്തെയും ആരെയും ഉൾക്കൊള്ളുന്നത് അവരാണ് വാല്യുബിളായൊരു വ്യക്തിയായി മാറുന്നത്. പറയാനുള്ള അർത്ഥം ഇതാണ്. നമ്മുടെ വാല്യുവും നല്ല കാര്യങ്ങളെ തൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക, ഗ്രഹിക്കുക. അപ്പോൾ വളരെ കൂടുതൽ നമുക്ക് വാല്യൂ ഉണ്ടാകും. എന്തൊക്കെയാണ് നമുക്ക് ഉൾക്കൊള്ളേണ്ടത്? കാരണം ഉൾക്കൊള്ളാനുള്ള ശക്തിയിൽ നമ്മളെല്ലാവരും പറയില്ലേ, ഇന്ന് നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് ജീവിക്കുന്നത്, എപ്പോഴും ഒരു കൂട്ടായ്മയിൽ ജീവിക്കുന്നു. തീർച്ചയായും അപ്പോൾ ഒരു കൂട്ടായ്മയിൽ ജീവിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളേണ്ടതായിട്ട് വരും. ചിലപ്പോൾ കുറവുകളായിരിക്കും, ചിലപ്പോൾ ആരുടെയെങ്കിലും സ്പെഷ്യാലിറ്റി ആയിരിക്കും. പക്ഷേ ഒരിക്കലും ഇത് മാത്രമല്ല ഉൾക്കൊള്ളാനുള്ള ശക്തി എന്ന് പറയുന്നത്. ഇത്രയുമല്ല ഉൾക്കൊള്ളാനുള്ള ശക്തിയുടെ അതിർവരമ്പുകൾ എന്ന് പറയുന്നത്. തീർച്ചയായും പരംപിത പരമാത്മാവ് നമുക്ക് സുന്ദരമായിട്ടുള്ള ജ്ഞാനം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലെ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്തേണ്ടത്? അതിലെ ആദ്യത്തേത്, പരംപിത പരമാത്മാവിനെ ജ്ഞാനത്തിൻ്റെ സാഗരൻ എന്ന് പറയപ്പെടുന്നു. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരവുമാണ്, ബാബ നോളേജ് ഫുള്ളുമാണ്. ബാബ നമുക്ക് എന്തൊക്കെ ജ്ഞാനം തന്നിട്ടുണ്ടോ അതിലെ ജ്ഞാനത്തിലെ ഓരോരോ അമൂല്യമായ കാര്യങ്ങളെയും അതിനെ മുഴുവൻ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്തണം. അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ ഉൾക്കൊള്ളിക്കുക. ഓരോരോ ജ്ഞാനരത്നങ്ങളുടെയും പോയിന്റുകൾ നമ്മുടെ ജീവിതത്തിൽ അതിനെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയണം. എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളേണ്ടത്? ബാബയുടെ ഓരോരോ ജ്ഞാനത്തെ പറ്റിയും നമ്മൾ ചിന്തിച്ച് മനനം ചെയ്തുകൊണ്ട് അതിനെ നമ്മുടെ ശരീരത്തിലാണെങ്കിലും മനസ്സിലാണെങ്കിലും
രോമരോമങ്ങളിൽ നമ്മളത് പതിയണം നമ്മുടെ ജീവിതത്തിലേക്ക്. അവരുടെ ജീവിതം പ്രത്യക്ഷ പ്രമാണമായിരിക്കും, തെളിവായിരിക്കും. അതായത് ബാബ നൽകുന്ന ജ്ഞാനത്തിൻ്റെ ഓരോരോ പോയിന്റുകളുടെയും ആഴങ്ങളിലേക്ക് പോവുക. ബാബ നൽകുന്ന ഓരോ ജ്ഞാനത്തെയും തൻ്റെ കർമ്മേന്ദ്രിയങ്ങളിൽ കൂടെ പതിയണം. കർമ്മേന്ദ്രിയങ്ങളും അതിനെ സ്വീകരിക്കണം. ബാബ നമുക്ക് എത്ര സുന്ദരമായിട്ടുള്ള ജ്ഞാനമാണ് തന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഓരോരോ കർമ്മേന്ദ്രിയങ്ങളിലെയും നമുക്ക് ഈ ജ്ഞാനം സ്വീകരിക്കണം, ഗ്രഹിക്കണം. കൂടാതെ തന്നെ ബാബ നൽകുന്ന ജ്ഞാനത്തെ നമ്മുടെ സംസ്കാരങ്ങളിലും ഉണ്ടാകണം. സംസ്കാരവും അതിനെ ഉൾക്കൊള്ളണം. നോളേജ് ഫുള്ളിൻ്റെ അർത്ഥമേ ഇതാണ്. ബാബ നൽകുന്ന ഓരോ ജ്ഞാനത്തിൻ്റെ പോയിന്റുകളും കർമ്മേന്ദ്രിയങ്ങളിൽ പതിയുന്നതായിരിക്കണം. കർമ്മേന്ദ്രിയങ്ങൾ അതിനെ സ്വീകരിക്കണം, ഉൾക്കൊള്ളണം. എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ശക്തി പ്രാപ്തമാകുന്നത്, ഭക്ഷണം കഴിച്ചു, അതിനെ ദഹിപ്പിച്ചു, അത് നമ്മുടെ ശരീരത്തിന് ശക്തിയുള്ളതായി മാറും. അതേപോലെ തന്നെ ആത്മാവും ശക്തിശാലിയായി മാറുന്നത് അപ്പോഴാണ് ബാബ നൽകുന്ന ജ്ഞാനത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി അതിനെ സംസ്കാരമാക്കി മാറ്റുമ്പോൾ. ചില ആളുകൾ എന്ത് ബാബയിൽ നിന്ന് കിട്ടിയോ ആ കിട്ടിയതിനെ എടുത്തു, പിന്നെ അതിനെ വിതരണം ചെയ്തു, ദാനം ചെയ്തു. തീർച്ചയായും ദാനം ചെയ്യുമ്പോൾ അതിന് സന്തോഷമുണ്ടാകും. പക്ഷേ അതിനെ ഒരിക്കലും സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുന്നില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് വാല്യൂ ഉണ്ടാവില്ല. നമ്മളൊരു വാല്യുബിൾ ആണെന്ന് ഒരിക്കലും മറ്റുള്ളവർക്ക് തോന്നില്ല. അതിനാൽ നമുക്ക് ശക്തി കൂടെ വേണമെങ്കിൽ ബാബ നൽകുന്ന ജ്ഞാനത്തെ ഉൾക്കൊള്ളാനും നമുക്ക് കഴിയണം. ആരാണോ ബാബ നൽകുന്ന ജ്ഞാനത്തെ ഉൾക്കൊള്ളുന്നത്, ജീവിതത്തിലേക്ക് പകർത്തുന്നത്, അവരാണ് ശക്തിശാലിയായി മാറുക. ഒപ്പം തന്നെ അതിനെ വിതരണവും ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാവുക. ശക്തി എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? ബാബ നമുക്ക് ജ്ഞാനത്തിൻ്റെ ഇത്രയും വിശാലമായിട്ടുള്ള രൂപം വിസ്താരത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എടുത്തു, ദഹിപ്പിച്ചു, ഗ്രഹണം ചെയ്തു. അതിൻ്റെ ശക്തി അനുഭവം ചെയ്യുമ്പോൾ ഇനി ആ ശക്തികളെ നമുക്ക് എവിടെയൊക്കെയാണ് പ്രയോഗിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഘ്നങ്ങൾ വരുന്നു, പരിതസ്ഥിതികൾ വരുമ്പോൾ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി, അതിൽ നിന്ന് മറികടക്കുന്നതിന് വേണ്ടി, അതിനർത്ഥം സ്വയത്തെ നിർവിഘ്നമാക്കി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ഈ ശക്തിയുടെ ആവശ്യകതയുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഈ ജ്ഞാനത്തിൻ്റെ ഓരോരോ പോയിന്റുകളെയും ഓരോരോ കാര്യങ്ങളെയും സ്വീകരിച്ച്, അതായത് ഗ്രഹിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ശക്തിശാലിയായി മാറണം. തൻ്റെ കർമ്മേന്ദ്രിയങ്ങളിലെ ഓരോരോ രോമങ്ങളിൽ പോലും ബാബയുടെ ജ്ഞാനം ഉൾക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് ശക്തിയുടെ അനുഭവം ഉണ്ടാകുന്നത്. ഇനി എത്രത്തോളം നമ്മൾ ശക്തികളുടെ അനുഭവമുണ്ടോ അതാണ് നമ്മളെ സമയത്ത് ഉപകാരപ്പെടുകയും ചെയ്യുന്നത്. സമയത്ത് ആ ശക്തികളെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം ശക്തികളെ യൂസ് ചെയ്യണം. പക്ഷേ ചിലപ്പോഴെല്ലാം ആ ശക്തികളെ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. ചെറിയ ചെറിയ വിഘ്നങ്ങൾ പോലും, ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും നമ്മളെ സ്ട്രക്കാക്കി മാറ്റും. അതുകൊണ്ട് ഉൾക്കൊള്ളാനുള്ള ശക്തിയെ നമുക്ക് ധാരണ ചെയ്യണം. ഈ രണ്ട് പ്രകാരത്തിലുള്ള ശക്തികൾ നമ്മൾ പ്രയോഗിക്കുകയാണെങ്കിൽ, ഒന്നാണ് സഹനശക്തി, രണ്ടാമത്തേതാണ് ഉൾക്കൊള്ളാനുള്ള ശക്തി. അതിൻ്റെ അടയാളമാണ് സെക്കൻഡിൽ തൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കാനായിട്ട് സാധിക്കും. എവിടെ ആഗ്രഹിക്കുന്നു, എപ്പോൾ ആഗ്രഹിക്കുന്നു, ബുദ്ധി ആ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യപ്പെടും. ബുദ്ധി സ്വയം ഏകാഗ്രതയുടെ ആധാരത്തിൽ എന്ത് പ്രാപ്തികൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു അത് ആഗ്രഹിക്കാനും മനസ്സിനെ, ബുദ്ധിയെ സ്റ്റേബിളാക്കി മാറ്റാനും നമുക്ക് എത്രത്തോളം ഈ ഉൾക്കൊള്ളാനുള്ള ശക്തിയുണ്ടോ അതിൻ്റെ ആധാരത്തിൽ നമ്മുടെ ഉള്ളിൽ എന്ത് വ്യർത്ഥമായ സങ്കല്പങ്ങളാണോ നടക്കുന്നത് ആ സങ്കല്പങ്ങളെ സെക്കൻഡിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. സമർത്ഥമായ സങ്കല്പങ്ങളാക്കി മാറ്റാൻ കഴിയും. സ്വയത്തെ നിർവിഘ്നമാക്കി മാറ്റണം. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഏകാഗ്രതയെ വികസിപ്പിക്കണം.
ഒപ്പം വ്യർത്ഥമായ സങ്കല്പങ്ങളെ സമർത്ഥ സങ്കല്പങ്ങളാക്കി, ശുദ്ധ സങ്കല്പങ്ങളാക്കി സഹജമായ രീതിയിൽ പരിവർത്തനം ചെയ്യാനും സാധിക്കണം. അഥവാ കുറച്ചു സമയമെങ്കിലും പരിശ്രമം ഉണ്ടാവുകയാണെങ്കിൽ മനസ്സിലാക്കൂ, നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും ശക്തിയുടെ കുറവുണ്ട്. ശരിയല്ലേ? അഥവാ ഏതെങ്കിലും ആത്മാവ് ജ്ഞാനത്തിൻ്റെ ഓരോ കാര്യത്തെയും ഉൾക്കൊണ്ടു, ഇനി അതിനെ ഉപയോഗിക്കുകയും ചെയ്തു, ജീവിത സാഹചര്യങ്ങളിൽ നിർവിഘ്നമായി മാറുകയും ചെയ്തു. ബാബ ഇടയ്ക്കിടയ്ക്ക് മുരളിയിൽ പറയുന്നൊരു ശബ്ദമല്ലേ, സർവശക്തികളെയും ബാബ ആസ്തികളുടെ രൂപത്തിലാണ് കുട്ടികൾക്ക് നൽകിയിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും കുട്ടികൾക്ക് ആ ആസ്തിയെ ഉപയോഗിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് പറയാറുണ്ട്. നമ്മുടെ ഉള്ളിൽ ശക്തികളുണ്ടെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം, പക്ഷേ ഒരിക്കലും തന്നെ ആ ശക്തിയെ ജീവിതത്തിൽ ഉപയോഗിക്കാനായി നമുക്ക് കഴിയണില്ല. ചിലർ പറയാറില്ലേ, എനിക്ക് ആ സമയത്ത് ശക്തി ഉപയോഗിക്കാൻ സാധിക്കണില്ല, അതുകൊണ്ടാണ് ഞാൻ അസ്വസ്ഥമാകുന്നത്, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്നത്. ഏത് പ്രകാരത്തിലുള്ള ശക്തികളാണെങ്കിലും ബാബയിലൂടെ എനിക്ക് പ്രാപ്തമാക്കിയതാണ്, അതായത് ഈശ്വരൻ എനിക്ക് തന്നതാണ്. അപ്പോൾ എന്നിട്ടും ആ ശക്തികൾ എന്തുകൊണ്ട് എൻ്റെ മുന്നിൽ ഹാജരാകുന്നില്ല? ഇതിനെ പറ്റിയിട്ട് ഭഗവാൻ തന്നെ നമുക്ക് വളരെ ആഴമേറിയൊരു ജ്ഞാനം തന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പരമാത്മാവിൻ്റെ എന്ത് ആജ്ഞകളുണ്ടോ, ശ്രീമതമുണ്ടോ, ഏത് പ്രകാരത്തിലുള്ള ശ്രീമതത്തെയും നമ്മളെപ്പോഴും ജി ബാബ, ഓക്കെ ബാബ, ശരി ബാബ എന്ന് പറഞ്ഞുകൊണ്ട് അനുസരിക്കുമ്പോൾ അമൃതവേള മുതൽ രാത്രി വരയ്ക്കും നമ്മൾ ഏതൊക്കെ ശ്രീമതമുണ്ടോ അതെല്ലാം ജീവിതത്തിൽ നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ, അതിനെ ധാരണ ചെയ്യുകയാണെങ്കിൽ, അതിൽ പ്രകാരം നടക്കുകയാണെങ്കിൽ തീർച്ചയായും ശക്തികളും അവർ പറയുന്നത് പോലെ നടക്കും. എന്നാൽ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ശ്രീമതത്തെ നമ്മൾ ആ ബാബ, ജി ബാബ എന്ന് പറഞ്ഞു, പക്ഷേ ചില ശ്രീമതത്തിനെ നമ്മൾ വിരുദ്ധമായിട്ട്, അതായത് അനുസരിച്ചില്ല. ആ ശ്രീമതത്തെ നമ്മൾ അങ്ങോട്ട് വിട്ടുകളയാണ്, ശ്രീമതത്തിൻ്റെ മുന്നിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുകയാണ്. ഇത് കുഴപ്പമൊന്നുമില്ല, ഈ ശ്രീമതം പാലിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുകയാണ്. ഈ ശ്രീമതം പാലിച്ചിട്ടില്ലെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റും. ബാബ നൽകുന്ന ഏറ്റവും വലിയ ശ്രീമതം എന്താണ്? അമൃതവേളയിൽ നമ്മൾ എഴുന്നേൽക്കണം, വളരെ സ്നേഹത്തോടു കൂടെ ബാബയെ ഓർമ്മിക്കണം. എന്നാൽ അതിരാവിലെ എഴുന്നേൽക്കുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതിരാവിലെ ഓർമ്മിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ ഓർമ്മിക്കാം. അപ്പം നമ്മൾ അമൃതവേളയ്ക്ക് എഴുന്നേൽക്കുന്നില്ല. നമ്മൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ബാബയെ ഓർമ്മിക്കണില്ല, പരമാത്മാവിനെ ഓർമ്മിക്കണില്ല. ഇനി മുഴുവൻ ദിവസത്തിലും എന്തൊക്കെ ബാബയുടെ ശ്രീമതമുണ്ടോ അത് നമ്മൾ പാലിക്കുന്നില്ല. അപ്പോൾ ബാബ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ബാബയുടെ ശ്രീമതം ഒരിക്കലും അനുസരിക്കാത്തവരാണെങ്കിൽ ഒരിക്കലും ബാബ നൽകുന്ന ശക്തികളും നിങ്ങൾ പറയുന്നത് അനുസരിക്കില്ല. നമ്മൾ ഓരോരുത്തരും ഈശ്വരൻ്റെ ശ്രീമതത്തെ ഒബീഡിയൻ്റായിട്ട് നമ്മൾ അനുസരിക്കുമ്പോൾ മാത്രമാണ് ഭഗവാനിലൂടെ നമുക്ക് പ്രാപ്തമാകുന്ന ശക്തികളെയും നമുക്ക് സമയാസമയം ഉപയോഗിക്കാനും ആ ശക്തികൾ സേവകരെ പോലെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ ബാബയ്ക്ക് മുന്നിൽ നമ്മൾ ആജ്ഞാകാരി ആയിട്ടില്ലെങ്കിൽ പിന്നെ ശക്തികൾ എങ്ങനെ നമ്മുടെ മുന്നിൽ ആജ്ഞാകാരിയാകും? കാരണം ശ്രീമതത്തിനും ശക്തികൾക്കും തമ്മിൽ വളരെയധികം ആഴമേറിയ കണക്ഷനുണ്ട്. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ആർക്കാണോ ആജ്ഞകളെ സഹജമായി പാലിക്കാൻ കഴിയുന്നത്, ഇനി ചില ശ്രീമതത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ആ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നമ്മൾ ആ ശ്രീമതത്തെ വിടുകയും ചെയ്യും. ചില ശ്രീമതത്തെ നമ്മൾ പാലിക്കുന്നു, ചില ശ്രീമതത്തെ നമ്മൾ പാലിക്കുന്നില്ല. നമ്മൾ ആ ശ്രീമതത്തെ ഒരു സാധാരണ രൂപത്തിൽ കാണുന്നു, ശ്രേഷ്ഠമാണെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ പ്രത്യക്ഷ തെളിവ് ഇതാണ്. ഏത് ശ്രീമതത്തെ നമ്മൾ കേട്ടിട്ടും കേൾക്കാതിരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച് ശക്തികൾ നിങ്ങളുടെ അരികിലേക്ക് ഒരിക്കലും വരില്ല. അവരുടെ മുന്നിൽ ഒരിക്കലും സമയത്തിനനുസരിച്ച് ശക്തികളും ഹാജരായിരിക്കില്ല.
ഇപ്പോൾ പരിതസ്ഥിതിക്കനുസരിച്ച് എനിക്ക് ഉൾക്കൊള്ളാനുള്ള ശക്തി വേണം, സങ്കല്പിക്കണം. തീർച്ചയായും ആ സമയത്ത് നമ്മൾ ശക്തി നമുക്കുണ്ടാകണമെങ്കിൽ, ആ ഉൾക്കൊള്ളാനുള്ള ശക്തി നമുക്കുണ്ടാകണമെങ്കിൽ നമുക്ക് എന്തുകൂടെ ആവശ്യമുണ്ട്? ബാബ നൽകുന്ന ഓരോ ശ്രീമതത്തെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നവരായി മാറണം. ചിലപ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടാവുമായിരിക്കാം, 10 കാര്യങ്ങളെ ഉൾക്കൊണ്ടിട്ടുണ്ടാകും. പക്ഷേ 11ാമത്തെ സന്ദർഭത്തിൽ അല്ലെങ്കിൽ 12ാമത്തെ സന്ദർഭത്തിൽ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിന് കാരണം ഇതാണ്: ബാബയുടെ ഏതോ ഒരു ശ്രീമത്തിൽ നിങ്ങൾക്ക് ഭംഗം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബാബ നമുക്ക് ശക്തികളെല്ലാം സമ്പത്തിൻ്റെ രൂപത്തിലാണ് തന്നിരിക്കുന്നത്. പരമാത്മാവിൽ ഉള്ള എല്ലാ സ്വത്തുകളും കുട്ടികൾക്ക് ആസ്തിയുടെ രൂപത്തിൽ കിട്ടുകയാണ്. അപ്പോൾ ആ ശക്തികളെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണ്ടേ? അപ്പോൾ ശക്തികളൊന്നും തന്നെ നമ്മൾ പറയുന്നത് അനുസരിക്കുന്നില്ല എങ്കിൽ മനസ്സിലാക്കിക്കോളൂ, ബാബ നൽകുന്ന ഓർഡറുകളെ നമ്മൾ മാനിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ളവരുടെ മുന്നിൽ ഒരു ശക്തികളും തന്നെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ബാബ 2 കാര്യങ്ങളാണ് പറയാറുള്ളത്. ഒന്ന് കളയണം, പിന്നൊന്ന് ഉൾക്കൊള്ളണം. ഇനി എന്തൊക്കെയാണ് കളയേണ്ടത്? ഈ ലോകത്തിൽ എന്തൊക്കെ നെഗറ്റീവായ കാര്യങ്ങൾ കാണാനും കേൾക്കാനും പറയാനും വർണ്ണിക്കാനും ചിന്തിക്കാനുമുണ്ടോ, അതാണ് നമ്മൾ കളയേണ്ടത്. വളരെ സുന്ദരമായൊരു കാര്യമാണ്. ഒന്നാണ് നമ്മുടെ കോൺഷ്യസ് ലെവൽ, രണ്ടാമത്തേതാണ് നമ്മുടെ സബ് കോൺഷ്യസ് ലെവൽ. ചിലപ്പോൾ നമ്മൾ കോൺഷ്യസിൻ്റെ ലെവലിൽ നമ്മൾ അതിനേക്ക് കളയും. എന്തൊക്കെ പഴയ കാര്യങ്ങളുണ്ടോ, പഴയ സംസ്കാരങ്ങളുണ്ടോ, കോൺഷ്യസ് ലെവലിൽ നമ്മളതിനെ കളഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോഴും സബ് കോൺഷ്യസ് ലെവലിൽ ഇപ്പോഴും അത് അതേപോലെ തന്നെയുണ്ട്. മനസ്സാകുന്ന പ്ലേറ്റ് നമ്മുടെ ക്ലിയർ ആയിട്ടില്ല. നമ്മൾ മനസ്സാകുന്ന പ്ലേറ്റിൽ നിന്നും എടുത്തു കളഞ്ഞിട്ടില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? ഉള്ളിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കും. ഇനി ഇങ്ങനെ പഴയ കാര്യങ്ങൾ കളയാതെ നമ്മുടെ മനസ്സ് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഉൾക്കൊള്ളാനുള്ള ശക്തി എന്ന് പറയുന്നത് പ്രവർത്തിക്കില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഉൾക്കൊണ്ടു, എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല. അതിന് കാരണം ഇതാണ്. അപ്പോൾ എന്താണോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്, സബ് കോൺഷ്യസ് ലെവലുള്ളത്, അത് ഇടയ്ക്കുള്ള സന്ദർഭങ്ങളിലും സാഹചര്യത്തിനും അനുസരിച്ച് പുറത്തേക്ക് വരുന്നു. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, നിങ്ങളുടെ ലക്ഷ്യമാണ് ഫരിസ്തിയായി മാറുക. ഫരിസ്തിയായി മാറുക അർത്ഥം എന്താണ്? ക്ലീൻ ആൻഡ് ക്ലിയർ എന്നാണ്. സബ് കോൺഷ്യസ് ലെവലിൽ പോലും ആ കാര്യങ്ങൾ ഉണ്ടാകരുത്. ഇത്രയും ജ്ഞാനത്തിന് ഡീപ്പായിട്ടുള്ള ലെവലിൽ നമ്മൾ ഉൾക്കൊള്ളണം. സബ് കോൺഷ്യസ് ലെവലിലേക്ക് പോലും നമ്മുടെ ജ്ഞാനത്തെ ഉൾക്കൊള്ളാനായിട്ട് പറ്റണം. അതായത് അന്തരാത്മാവ് ഈ ജ്ഞാനത്തെ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് മാറണം. അപ്പോഴാണ് ഉൾക്കൊള്ളാനുള്ള ശക്തി ഈ തരത്തിൽ ഉപയോഗിക്കപ്പെടാൻ പറ്റുന്നത്. അങ്ങനെ ഉൾക്കൊള്ളാനുള്ള ശക്തിയിലൂടെ നെഗറ്റീവിനെ പോലും പോസിറ്റീവാക്കി മാറ്റാൻ സാധിക്കും. അതിനർത്ഥം നെഗറ്റീവിനെ ഉൾക്കൊള്ളുക എന്നല്ല പറയുന്നത്, നെഗറ്റീവിനെ പോസിറ്റീവാക്കി ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും നവീനത, പുതുമയുണ്ടാവുക. ആദ്യത്തെ കാര്യമാണപ്പോൾ ഉൾക്കൊള്ളുക. രണ്ടാമത്തെ കാര്യം, ജ്ഞാനത്തിൻ്റെ ഓരോ കാര്യത്തെയും ജീവിതത്തിലേക്ക് പകർത്തുക. നമ്മുടെ ഈ ജ്ഞാനം നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും രോമങ്ങളിൽ ഇത് സ്വീകരിക്കണം. അതായത് ഓരോ ഞരമ്പുകളിലും ഇത് സ്വീകരിക്കുന്നതായിട്ട് മാറും. അപ്പോൾ ഉൾക്കൊള്ളുക എന്ന് വെച്ചാൽ ബാബ നൽകുന്ന ജ്ഞാനത്തെ ജീവിതത്തിലേക്ക് പകർത്തുക അർത്ഥം നമ്മുടെ സബ് കോൺഷ്യസ് ലെവൽ. അതിൽ പോലും ഈ ജ്ഞാനത്തിൻ്റെ പോയിൻ്റുകൾ ഉണ്ടാകണം. അപ്പോഴാണ് നമുക്ക് നിർവിഘ്നമായി മാറാനും മനസ്സിനെ, ബുദ്ധിയെ എവിടെ വെക്കണമോ അവിടെ വെക്കാനും നമുക്ക് കഴിയുക. അങ്ങനെ ഓരോ നെഗറ്റീവായ കാര്യങ്ങളെയും പോസിറ്റീവാക്കി പരിവർത്തനപ്പെടുത്താനും കഴിയും. എത്ര ലാഭമാണത്! രണ്ടാമത്തെ കാര്യം, എന്താണ് ഉൾക്കൊള്ളേണ്ടത്? ഈശ്വരീയ ജീവിതം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനെയാണ് പറയുന്നത് ബ്രാഹ്മണ ജീവിതം. ബ്രഹ്മാവിൻ്റെ മുഖാരവിന്ദത്തിലൂടെ പരമാത്മാവിൻ്റെ
ബ്രഹ്മാവിൻ്റെ മുഖാരവിന്ദത്തിൽ ജനിച്ചതുകൊണ്ടാണ് നമ്മളെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. നമ്മൾ ജന്മം കൊണ്ട് ബ്രാഹ്മണനായോ ഇല്ലയോ എന്നുള്ളതല്ല, കർമ്മം കൊണ്ട് ബ്രാഹ്മണനായി ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതിനാൽ എന്ത് ഈശ്വരീയ ജന്മം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ, ഈ ഈശ്വരീയ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് കർമാതീതമായി മാറുക. ഈ ലക്ഷ്യത്തെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ഉൾക്കൊള്ളാനുള്ള ശക്തി വളരെയധികം ആവശ്യമാണ്. ജന്മജന്മാന്തരങ്ങളിലെ നമ്മുടെ സംസ്കാരമാണ് വിസ്താരത്തിലേക്ക് പോകാനുള്ള സംസ്കാരം. നമ്മൾ അങ്ങനെയാണ് എത്രയോ ജന്മങ്ങളായി ഏത് കാര്യത്തിലും നമ്മൾ അതിൻ്റെ വിസ്താരത്തിലേക്ക് പോകും. പക്ഷേ അങ്ങനെ വിസ്താരത്തിലേക്ക് പോകുന്നതിലൂടെ കിട്ടുന്ന റിസൾട്ട് എന്താണ്? നമ്മൾ അലയുവാൻ ആരംഭിക്കും. മനസ്സും ബുദ്ധിയും നമ്മുടെ അനേക കാര്യങ്ങളിൽ അലഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ അലയുന്ന ഈ സംസ്കാരം നമ്മുടെ ഉള്ളിൽ പക്കയാക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഈ വിസ്താരത്തിൽ നമ്മുടെ മനസ്സും ബുദ്ധിയും അലയുമ്പോൾ എന്ത് ചെയ്യണം? എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത്? മനസ്സിനെ ബുദ്ധിയെ സാരരൂപത്തിൽ ഇരുത്താനായിട്ട് കഴിയണം. അതായത് എസൻസ്ഫുള്ളായിട്ട് മാറണം. വിസ്താരത്തെ നമ്മൾ ഉൾക്കൊള്ളണം, അതായത് സാരത്തിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് സാരയുക്തരായി മാറണം. ഒരിക്കലും വിസ്താരത്തിലേക്ക് പോകരുത്. എന്തുകൊണ്ട്, എങ്ങനെ, എപ്പോൾ, എവിടെ, ഇങ്ങനെയുള്ള വിസ്താരത്തിലേക്ക് പോകരുത്. ഇങ്ങനെ അനേക പ്രകാരത്തിലുള്ള വിസ്താരത്തിലേക്ക് പോകുന്നതിലൂടെ ഇടയ്ക്കിടയ്ക്ക്, അതുകൊണ്ടാണല്ലോ ചില ആൾക്കാർ പറയണ കേട്ടിട്ടില്ലേ, ഒന്നും അറിയാതിരിക്കുമ്പോൾ ഒന്നുകൂടെ സുഖികളായിരുന്നു, പക്ഷേ എല്ലാം അറിഞ്ഞപ്പോൾ എന്തായി? കുറച്ചുകൂടെ ദുഃഖം കൂടുകയാണ്. അതായത് അറിഞ്ഞപ്പോഴാണ് കൂടുതൽ ദുഃഖമുണ്ടായതെന്ന് പറയും. ഒരു അറിവും ഇല്ലാതിരിക്കുമ്പോൾ സുഖമായിട്ടിരുന്നു എന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? കാരണം ഏതു കാര്യത്തിൻ്റെയും വിസ്താരത്തിലേക്ക് പോയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പരമാത്മാവ് പറയുന്നത്, നിങ്ങൾ എസൻസ്ഫുള്ളായിട്ട് മാറണം, അതായത് സാരയുക്തരായിട്ട് മാറണം. ഒരിക്കലും ഒന്നിൻ്റെ വിസ്താരത്തിലേക്ക് പോകരുത്. അങ്ങനെ വിസ്താരത്തെ നമുക്ക് ഉൾക്കൊള്ളാനും സാരത്തിലിരിക്കാനും നമുക്ക് പറ്റണം. അതിനു വേണ്ട ശക്തിയാണ് ഉൾക്കൊള്ളുവാനുള്ള ശക്തി. എപ്പോഴാണോ നമ്മൾ അതിനെ ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നത്, അങ്ങനെ നമ്മൾ ഉൾക്കൊള്ളാനുള്ള ശക്തിയിലൂടെ തന്നെയാണ് വിസ്താരത്തിൽ നിന്നും സാരത്തിലേക്ക് ഇരിക്കാൻ നമുക്ക് പറ്റുക. എപ്പോൾ നമ്മൾ പരമാത്മാവിനെ ഓർമ്മിക്കാനിരിക്കുന്നുവോ പല പല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. പല പല വിചാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരാറുണ്ട്. അങ്ങനെ ഉൾക്കൊള്ളാനുള്ള ശക്തിയിലൂടെ വിസ്താരത്തെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അതിനെ സാരസ്വരൂപത്തിലേക്ക് വരാൻ കഴിയുമ്പോൾ നിങ്ങളെ പറയാം മാസ്റ്റർ സർവശക്തിവാൻ എന്ന്. മാസ്റ്റർ സർവശക്തിവാൻ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും എന്താണ്? സമയത്തിനനുസരിച്ച് ശക്തികളെ ഉപയോഗിക്കുക എന്നതാണ്. അതിനാൽ എവിടെയൊക്കെ നിങ്ങൾക്ക് വിസ്താരത്തിലേക്ക് പോകണമോ അവിടെയൊന്നും നിങ്ങൾ വിസ്താരത്തിലേക്ക് പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? സാരത്തിൽ സ്ഥിതി ചെയ്യണം. കാരണം സാരം എന്ന് പറയുന്നത് എപ്പോഴും അതിസൂക്ഷ്മമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ സാരത്തിൽ എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഈ സമയത്തുള്ള നമ്മുടെ മുഖ്യമായ പുരുഷാർത്ഥമാണ് വിസ്താരത്തെ സാരത്തിലേക്ക് കൊണ്ടുവരും. ആർക്കാണോ വിസ്താരത്തിൽ നിന്നും സാരത്തിലേക്ക് വരാനുള്ള വിധി അറിയുന്നത്, അവർ ഈശ്വരന് സമാനമായി മാറും. ഇപ്പം നമ്മുടെ പുരുഷാർത്ഥം എന്താണ്? ബീജരൂപസ്ഥിതിയിലിരിക്കുക, അതായത് എസെൻഷ്യലായിട്ട് നമ്മൾ മാറണം. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പുരുഷാർത്ഥം. കാരണം നമുക്കറിയാലോ, ബീജം എന്ന് പറയുമ്പോൾ ആ ബീജത്തിലെ ഒരു വൃക്ഷത്തിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട്. വൃക്ഷം വിസ്താരമാണ്, എന്നാൽ ബീജം എന്ന് പറയുന്നത് സാരമാണ്. അതിനാൽ നാമും ഓരോരുത്തരും നമ്മുടെ പുരുഷാർത്ഥി ജീവിതത്തിൽ സാരസ്വരൂപമായി മാറണം. ഏതുപോലെയാണ് ഒരു വൃക്ഷം പോലും അങ്ങനെയല്ലേ? വിത്തിൽ നിന്ന് വൃക്ഷമുണ്ടാകുന്നു, എന്നാൽ ആ വൃക്ഷത്തിലെ അവസാനത്തെ വിത്ത് താഴോട്ട് താഴെ വീഴുന്നതോടുകൂടെ ഭൂമി അതിനെ വീണ്ടും സ്വീകരിക്കുന്നു, ഭൂമി അതിനെ വീണ്ടും ഉൾക്കൊള്ളുന്നു. ഇനി ആ വിത്താണ് പിന്നെ വീണ്ടും എന്തായി മാറുന്നത്? ഒരു വൃക്ഷമായി തീരുന്നത്. ബീജത്തിൻ്റെ പ്രത്യേകത എന്താണ്?
ഒരു വൃക്ഷത്തിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം വിസ്താരത്തിലുള്ള ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങൾ മുഴുവൻ തന്നെ ആ ബീജത്തിൽ ഒതുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പരമാത്മാവ് നമ്മളോട് പറയുന്നത് ഇതാണ്, ഇന്ന് മുഴുവൻ ലോകവും അതിൻ്റെ വിസ്താരത്തിലാണ്. പക്ഷേ ഈ ലോകത്തിൽ മുഴുവൻ വിസ്താരത്തിലുള്ള വേസ്റ്റ് നമ്മുടെ ബുദ്ധിയിൽ വെക്കേണ്ട ആവശ്യകതയില്ല. നമ്മൾ ഓരോരുത്തരും എസെൻഷ്യലായിട്ട് മാറണം, അതായത് ബീജമായി മാറണം, ബീജരൂപമായ സ്ഥിതിയിലിരിക്കണം. ആ ബീജരൂപ സ്ഥിതിയിലിരിക്കാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? എന്തുകൊണ്ടെന്നാൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം, വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് ചെയ്യണം. അപ്പോൾ വിസ്താരത്തെ എന്തായാലും നമുക്ക് ഒതുക്കിയേ പറ്റൂ. സാരരൂപത്തിലേക്ക്, ബിന്ദുരൂപത്തിലേക്ക് വരണം. സമയത്തിനനുസരിച്ച് പരമാത്മാവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഇഷാര, സൂചന ഇതാണ്. സെക്കൻഡിൽ കൂടെ പോകണം. കൂടെ പോകണം എങ്കിൽ വിസ്താരത്തെ നമ്മൾ കളയണം. ശരീരം വിസ്താരമാണ്, പ്രകൃതി വിസ്താരമാണ്, സേവനത്തിൻ്റെ വിസ്താരമുണ്ട്. അതേപോലെ നമ്മൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന അനേക പ്രകാരത്തിലുള്ള ചിന്തകൾ, മനോഭാവങ്ങൾ, അങ്ങനെ ജീവിത അനുഭവങ്ങൾ, അങ്ങനെ പല പ്രകാരത്തിലുള്ള വിസ്താരത്തിലാണ് നമ്മൾ മുഴുകിയിരിക്കുന്നത്. അതിനാൽ എല്ലാ പ്രകാരത്തിലുമുള്ള വിസ്താരത്തിൽ നിന്ന് നമ്മൾ ചുരുങ്ങി സാരത്തിലേക്ക് നമ്മൾ വരണം. ഒരു പ്രകാരത്തിലുള്ള പ്രകൃതിയുടെ ആകർഷണങ്ങളും നമ്മളെ ആകർഷിക്കരുത്. ലാസ്റ്റ് മൊമെൻറ്റിൽ ദേഹത്തിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൻ്റേതായിട്ടുള്ള പ്രവൃത്തിയും പ്രവർത്തന മേഖല പോലും നമ്മളെ അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ബാബ എപ്പോഴും പറയാറുള്ളത്, ബാബയും ബിന്ദുവാണ്, നമ്മൾ ആത്മാക്കളും ബിന്ദുവാണ്. ബിന്ദുവായിരിക്കുന്ന ബാബയിൽ എല്ലാം ഉള്ളിലൊതുക്കാനുള്ള ശക്തി ബാബയ്ക്കുണ്ട്. അതുപോലെയായിരിക്കണം നിങ്ങളും. അതിനാൽ നമ്മൾ ഓരോരുത്തരും ബിന്ദുവാകുന്ന ബാബയിൽ ഒതുങ്ങണം. പരമാത്മാവും ബിന്ദു സ്വരൂപമാണ്, നമ്മൾ ആത്മാക്കളും ബിന്ദു സ്വരൂപമാണ്. അതിൽ നമ്മൾ അലിഞ്ഞു ചേരണം. അപ്പോഴാണ് എന്തൊക്കെ മനസ്സിൽ ചോദ്യങ്ങളുണ്ടോ ആ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ആൻസറും ലഭിക്കുന്നത്, ചോദ്യങ്ങൾ തന്നെ സമാപ്തമാകുന്നത് അപ്പോഴാണ്. വേറൊന്നും തന്നെ ഓർമ്മ വരരുത്. നമ്മുടെ ബുദ്ധി ഫുൾ സ്റ്റോപ്പിലായിരിക്കണം, ബിന്ദു ഇടണം. അതുകൊണ്ടാണ് പരമാത്മാവ് നമുക്ക് മന്ത്രം നൽകിയിരിക്കുന്നത്, ബിന്ദു ഇടൂ. അനേക പ്രകാരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ബിന്ദു ഇടൂ. ബിന്ദുവായിരിക്കുന്ന പരമാത്മാവിനെ ഓർമ്മിക്കൂ. ഇതാണ് നമുക്ക് ജയിക്കാനുള്ള വിധി. ബാബ എപ്പോഴും മുരളിയിൽ പറയുന്ന കേട്ടിട്ടില്ലേ, അഷ്ടശക്തികളെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ദേവീ ദേവതകളിൽ ഒരാളാകുന്നത്, അല്ലെങ്കിൽ അഷ്ടരത്നങ്ങളിൽ ഒരാളായി മാറാൻ പോകുന്നത്, ഒപ്പം തന്നെ വിജയമാലയിലെ മുത്തായി മാറുകയും ചെയ്യുന്നത്. നമ്മൾ സ്വയം നോക്കുക, അഷ്ടരത്നങ്ങളിൽ ഞാൻ വരുമായിരിക്കും, അതോ 108 വരുമായിരിക്കും, 16,108 വരുമായിരിക്കും. ഈ മാലയിലെ മുത്തായി മാറുന്നതും ഏതിൻ്റെ അടിസ്ഥാനത്തിലെന്ന് വെച്ചാൽ ഈ അഷ്ടശക്തികളെ ഉപയോഗിക്കുന്നതിലൂടെ തന്നെയാണ്. ഒന്നാലോചിച്ച് നോക്കൂ, മാലയിലെ മുത്തായി മാറുക എന്ന് പറയുമ്പോൾ അഷ്ടരത്നങ്ങൾ എവിടെ കിടക്കുന്നു? 16,108 എവിടെ കിടക്കുന്നു? 108 എവിടെ കിടക്കുന്നു? അതിനർത്ഥം ഇതാണ്, എവിടെയൊക്കെയോ ഉപയോഗിക്കുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ആകുന്നു. അപ്പം നമ്മൾ ലാസ്റ്റ് നമ്പറിലേക്ക് പോകും. എന്നാൽ റൈറ്റായിട്ടുള്ള സമയത്ത് റൈറ്റായിട്ടുള്ള ശക്തിയെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവരാണ് അഷ്ടമാലയിൽ വരുന്നത്. ഇതാണ് സെക്കൻഡിൽ ഉൾക്കൊള്ളാനുള്ള ശക്തി. അപ്പോൾ ആദ്യത്തേതാകുന്നു ജ്ഞാനത്തെ ഉൾക്കൊള്ളുക, രണ്ടാമത്തേതാണ് വിസ്താരത്തെ സാരത്തിലേക്ക് ഒതുക്കുക, മൂന്നാമത്തേതാണ് ഉൾക്കൊള്ളാനുള്ള ശക്തി ഉപയോഗിക്കുക. നമ്മളെല്ലാവരും തന്നെ ഒരു ഗ്രൂപ്പായിട്ടിരിക്കുന്നവരാണ്. അതായത് ബാബയുടെ കുട്ടികൾ എപ്പോഴും തന്നെ ഒരു സംഘടനയിൽ ജീവിക്കുന്നവരാണ്. കാരണം ഈ സംഘടന എന്ന് പറയുന്നതും ഒരു കോട്ട പോലെയാണ്. പരമാത്മാവ് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കേട്ടിട്ടില്ലേ, കോട്ട മതിലെ വളരെ സ്ട്രോങ് ആയിരിക്കും. ഒരിക്കലും കോട്ടയ്ക്കുള്ളിലേക്ക് പുറത്തു നിന്ന് ഒരാൾക്ക് പോലും അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് കോട്ട അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് കോട്ട മതിലുകളെ ആർക്കും തന്നെ ഇളക്കാൻ കഴിയില്ല.
ഇനി ആരെങ്കിലും ഇളക്കാനായിട്ട് ശ്രമിച്ചാൽ പോലും അവരെന്താ ചെയ്യുക, തോറ്റ് പിന്മാറിപ്പോകും. പക്ഷേ കോട്ടയിലെ ഏതെങ്കിലും ഇഷ്ടികയെങ്കിലും വളരെ ദുർബലമാണെങ്കിൽ തീർച്ചയായിട്ടും അറ്റാക്ക് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുക, മുഴുവൻ കോട്ട മതിലും ഇടിഞ്ഞു വീഴുകയും ചെയ്യും. അതുകൊണ്ടാണ് പരമാത്മാവ് നമ്മളോട് പറയുന്നത്, ഈശ്വരീയ സംഘടന എന്ന് പറയുന്നതും ഒരു കോട്ട പോലെയാണ്. എന്താണോ പരമാത്മാവിൻ്റെ ഒരേയൊരു ശ്രീമതം, ആ ശ്രീമതത്തിലൂടെ നമ്മൾ പോകണം. വ്യർത്ഥ സങ്കല്പങ്ങളെ സമാപ്തമാക്കണം. ഇതിനുള്ള ആധാരം എന്താണ്? ഈശ്വരീയമായിട്ടുള്ള കോട്ട. ആ കോട്ടയുടെ ഏറ്റവും വലിയ കാര്യം എന്താകുന്നു? അതാണ് വിശ്വാസം. ആദ്യം നമുക്ക് പരസ്പരം ഓരോരുത്തരെ പ്രതിയും വിശ്വാസമുണ്ടാകണം. നമ്മളാകുന്ന ഈ സംഘടനയുടെ ശക്തിയെ കോർത്തിണക്കുന്ന ഒന്നാകുന്നു വിശ്വാസം. ഇതാണ് ശരിക്കും അസ്ഥിവാരം. ആദ്യമേ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വ്യർത്ഥ സങ്കല്പങ്ങൾ ഉണ്ടാകരുത്. മറ്റുള്ളവരെ തെറ്റ് ചെയ്യുന്നു, എന്ത് ചെയ്യും, ആ തെറ്റിനെ വർണ്ണിക്കുക, അതിനെ പരത്തുക. അങ്ങനെ പരത്തുന്നതിന് പകരം അതിനെ നമ്മൾ ഉള്ളിൽ ഒതുക്കണം. അത്രയും നമുക്ക് ആളുകളെ തമ്മിൽ അടുക്കാനും അതുപോലെ ഫെയ്ത്തും ഉണ്ടായിരിക്കണം. ഓരോരുത്തരെ പ്രതിയും സ്നേഹമാകുന്ന ശക്തി. ആ സ്നേഹമാകുന്ന ശക്തി ഉണ്ടാകുമ്പോൾ ആരിൽ എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും ആ നെഗറ്റീവ് മാറുക തന്നെ ചെയ്യും. സാധാരണ ലൗകികത്തിൽ പറയാറില്ലേ, വീട്ടിലെ കാര്യം വീട്ടോടുകൂടെ തന്നെ ഒതുങ്ങണമെന്ന്. ഒരിക്കലും അത് പുറത്ത് പോകരുത്, പുറത്ത് പരക്കാനും പാടില്ല. അങ്ങനെ വീട്ടിലെ കാര്യം പുറത്ത് പരക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീടിൻ്റെ സ്ഥിതിയാണ് മോശമാകുന്നത്. അതേപോലെ ഇതും ഈശ്വരീയ പരിവാരമാണ്. അതുകൊണ്ട് ഈ സംഘടനയിൽ ആര് നമ്മുടെ കൂടെയുള്ളവർ എന്ത് തന്നെ ചെയ്താലും അതിലെന്തെങ്കിലും രഹസ്യമാണെങ്കിൽ പോലും ചിലപ്പോൾ എൻ്റെ ദൃഷ്ടികോൺ കൊണ്ട് അത് തെറ്റായിരിക്കും. പക്ഷെ അതിനെയും നമ്മൾ പരിവർത്തനപ്പെടുത്തണം. അങ്ങനെ രണ്ട് പ്രകാരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം വെച്ച്, ഇനി അതിലും എന്തെങ്കിലും ഒരു നന്മയുണ്ടെന്ന് വിചാരിക്കൂ. അതിനാൽ അവർ നമ്മളോട് എന്തെങ്കിലും തെറ്റായി പെരുമാറുകയോ അല്ലെങ്കിൽ അവർ തെറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും നിങ്ങളതിനെ പുറത്ത് പരത്തി നടക്കാനായിട്ട് പാടില്ല. പകരം അവരെന്നോട് ആ രഹസ്യം തുറന്നു പറഞ്ഞുവെങ്കിൽ അവർക്ക് എന്നോടുള്ള വിശ്വാസമാണ്, അത് ഉള്ളിൽ ഒതുക്കാനായി നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ രണ്ട് പ്രകാരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിലാണ് സംഘടനയിൽ ശക്തി ഉണ്ടാവുക. ഒരു കാര്യം ഓർമ്മ വരികയാണ്. ഒരു കുടുംബമുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കുടുംബങ്ങൾ തമ്മിൽ കുറച്ചെന്തോ ഒരു പരസ്പര, ഒരിക്കൽ ഒരു കുടുംബത്തിൽ 2 മരുമക്കളുണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരിക്കലും ചേർച്ചയുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അവിചാരിതമായി അവരുടെ വീട്ടിൽ ഒരു അതിഥി എത്തിച്ചേർന്നു. അതിഥി വന്ന് നോക്കുമ്പോൾ 2 മരുമക്കളുടെ കൈകളിലും ചപ്പാത്തി കുഴലുണ്ടായിരുന്നു, പരത്തുന്ന ചപ്പാത്തി കുഴലുണ്ടായിരുന്നു. അവരതും പിടിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ആ വീട്ടിലെ അമ്മായിയമ്മ വളരെ യുക്തിപൂർവം ഈ വന്ന അതിഥിയോട് പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്ക് താമസിക്കാനുള്ള മുറി എന്ന് പറയുന്നത് മുകളിലാണ്, അപ്പോൾ നിങ്ങളെ ഞാൻ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞു. നിങ്ങൾ വേഗം ഫ്രഷായി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വരും. കണ്ടില്ലേ നിങ്ങൾ താഴെയുള്ള മരുമകളെന്ന് പറയുന്നത്, അതിൽ ഒരു മരുമകളെന്ന് പറയുന്നത് പൂരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി പരത്താൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ മറ്റേ മരുമകൾ, താഴെയുള്ള മരുമകൾ പറഞ്ഞു, ഇല്ല ചേച്ചി മാത്രം ചെയ്യണ്ട, ഞാനും കൂടെ ചെയ്യാം, ഞങ്ങൾ 2 പേരും കൂടെയിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും അതുകൊണ്ടാണ് ആ ചപ്പാത്തി കുഴലെടുത്തിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അവർ 2 പേരും തമ്മിൽ അടികൂടി നിൽക്കുകയായിരുന്നു. എന്നാൽ ആ വീട്ടിലെ അമ്മായിയമ്മ അത്രയും വലിയൊരു കാര്യത്തെ ഒരിക്കലും പുറത്ത് കാണിച്ചില്ല. വന്ന അതിഥിയോട് ഒരിക്കലും പറയാതെ ആ സംഭവത്തെ വളരെ പോസിറ്റീവാക്കി മാറ്റുകയാണ് ചെയ്തത്. ഈ വന്ന അതിഥിക്കും വളരെയധികം സന്തോഷമായി, ഞാൻ ഇത്ര നല്ലൊരു വീട്ടിലേക്കാണ് എത്തിച്ചേർന്നത്. അങ്ങനെ ഫ്രഷായിട്ട് താഴോട്ട് വന്നപ്പോൾ അങ്ങനെ ചെറിയ മരുമകൾ വന്നിട്ട് ഈ വന്ന അതിഥിക്ക് വിളമ്പാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ ഉടൻ തന്നെ വേഗം വന്ന അതിഥി ചോദിച്ചു, ശരിക്കും പൂരി ആരാണ് ഉണ്ടാക്കിയത് നിങ്ങളിലെ? അപ്പോൾ ഉടൻ തന്നെ മരുമകൾക്ക് കാര്യം പിടുത്തം കിട്ടി, ഞങ്ങളുടെ അമ്മായിയമ്മ എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ചെറിയ മരുമകൾ പറഞ്ഞു കൊടുത്തു, ഞാനല്ല ഉണ്ടാക്കിയത്, എൻ്റെ വലിയ ഏട്ടത്തിയമ്മയാണ് ഉണ്ടാക്കിയത്.
ആ വലിയ ഇടത്തേമയാണ് ഉണ്ടാക്കിയത്, ഞാനതിനെ വിളമ്പുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ആ അതിഥി ആ വീട്ടിൽ നിന്ന് പോയത്. സത്യത്തിൽ എന്തായിരുന്നു, ശരിക്കും രണ്ട് മരുമകളും തമ്മിൽ അടികൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. എന്ത് തന്നെ കാര്യങ്ങളായാലും നമുക്കെല്ലാവർക്കും അവരുടെ കുറവുകളാണെങ്കിൽ പോലും ആ കുറവുകളെ പോലും നമുക്കെല്ലാവർക്കും തീർച്ചയായും ഉൾക്കൊള്ളണം. അതിനെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇരിക്കാൻ പാടില്ല. അത് ചിലപ്പോൾ പാസ്റ്റിലെ കാര്യങ്ങളായിരിക്കാം, പക്ഷേ പാസ്റ്റിലെ കാര്യങ്ങൾ പോലും നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവയ്ക്കരുത്. ഇനി അഥവാ പാസ്റ്റിലെ കാര്യങ്ങളും ഇപ്പോഴത്തെ പ്രസൻറ്റ് ടൈമിലെ കാര്യങ്ങളും കൂടെ നമ്മൾ കുഴപ്പിക്കാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും, നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവുകയും ചെയ്യും. അവരെ പാസ്റ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അവരെനിക്ക് വേണ്ടി ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ കുറേ നമുക്ക് നെഗറ്റീവ് ചിന്തകളുടെ ക്യൂ ആയിരിക്കും. എന്താ അവരെന്നെ പറഞ്ഞത്, എന്തുകൊണ്ടായിരിക്കും അവരെന്നെ അങ്ങനെ പറയാനുള്ള കാര്യങ്ങൾ, അങ്ങനെ എപ്പോഴും എന്ത് എങ്ങനെ എന്നുള്ള ചോദ്യങ്ങളുടെ ക്യൂ ആയിരിക്കും. അപ്പോൾ എത്രത്തോളം നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നുവോ ഒരിക്കലും നമ്മുടെ മനസ്സ് സ്ട്രോങ് ആവില്ല. അതിനാൽ പരസ്പരം നമുക്ക് എപ്പോഴും വേണ്ടത് വിശ്വാസമാണ്. എപ്പോഴാണ് വിശ്വാസത്തിൻ്റെ കുറവുണ്ടാകുന്നത്, മറ്റുള്ളവരുടെ കുറവുകൾ നമ്മൾ കാണുകയും ആ കുറവുകളെ നമ്മുടെ മനസ്സിൽ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമെന്ന് പറയുന്നത് പരിവർത്തനപ്പെടാനുള്ള സമയമാണിത്. പ്രത്യേകിച്ചും എല്ലാ ആത്മാക്കളുടെയും മംഗളം നടക്കുന്ന സമയമാണിത്. അതുകൊണ്ട് ഒരിക്കലും ഒരാളെ പ്രതിയും നമുക്ക് ചുറ്റുമുള്ള ആരെ പ്രതിയും നമ്മുടെ മനസ്സിലേക്ക് അമംഗളത്തിൻ്റെ ഭാവന ഉണ്ടാകരുത്. അതിനാൽ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഇതാണ്, ചുറ്റുമുള്ള കാര്യങ്ങൾ കണ്ടു കേട്ടു മനസ്സിലാക്കി അതിനെ പറയാനോ പരത്താനോ നിൽക്കാതെ അതിനെ സ്വയം നമ്മുടെ ഉള്ളിൽ തന്നെ ഉൾക്കൊള്ളുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി എത്രത്തോളം നമ്മൾ ഉൾക്കൊള്ളാനുള്ള കാര്യം ഗ്രഹിക്കുന്നുവോ അഥവാ ആ ഗുണത്തെ നമ്മൾ എടുക്കുന്നുവോ, ശക്തി എടുക്കുന്നുവോ, അത്രത്തോളം നമുക്ക് ചുറ്റുമുള്ളവരുടെ മുന്നിൽ നമ്മുടെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. നമുക്ക് എല്ലാവരെയും പ്രതിയും ആത്മീയ ഭാവനയും ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ കല്യാണകാരി ദൃഷ്ടിയും ഉണ്ടാകണം. എപ്പോഴും നമ്മൾ പറയാറുള്ളൊരു ശബ്ദമല്ലേ, ഉപദ്രവകാരികളോട് പോലും ഉപകാരിയായി മാറുക എന്നുള്ളത്. എങ്കിൽ നമ്മളിവിടെ ഒരു കുടുംബമാണ്, നമ്മളൊരു സംഘടനയിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ പരസ്പരം നമുക്ക് ഫെയ്ത്ത് വേണ്ടേ, മറ്റുള്ളവരെ പ്രതി നമുക്ക് ഉപകാരം ചെയ്യണ്ടേ. അതിനാൽ മറ്റുള്ളവരെ പ്രതി നമുക്കെപ്പോഴും ദയാഭാവന ഉണ്ടായിരിക്കണം. എത്രത്തോളം മറ്റുള്ളവരുടെ ദയാഭാവനയുണ്ടോ, അപ്പോൾ ദയാഭാവന കുറയുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ പ്രതിയുള്ള ആത്മീയ ഭാവനയും കുറയുക. അതിനാൽ ഒരു അഭിപ്രായത്തിൽ ജീവിച്ചുകൊണ്ട് നല്ലൊരു അന്തരീക്ഷത്തെ ഉണ്ടാക്കുക. ഈ ഒരു ഉൾക്കൊള്ളാനുള്ള ശക്തിയുടെ ആധാരത്തിൽ തീർച്ചയായും പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ ആ അഭിപ്രായ വ്യത്യാസത്തെ പോലും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നതിന് പകരം അതിനെയും ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയണം. അതിനാൽ കുറച്ച് സമയത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ സ്വഭാവ സംസ്കാരത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതിനാൽ ആ ആത്മാവിനെ പ്രതി നമുക്ക് സന്തുഷ്ടതയുണ്ടായിരിക്കണം. ആ ആത്മാവിലും നമ്മൾ സന്തുഷ്ടതയുടെ ഹാരം അണിയിപ്പിക്കുക. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ അവർക്കും ഒരു സാക്ഷാത്കാരം ഉണ്ടാകും, യഥാർത്ഥത്തിൻ്റെ സാക്ഷാത്കാരം, അതായത് റിയലൈസേഷൻ ആ ആത്മാവിനും ഉണ്ടായിക്കോളും. അഥവാ സഹിച്ചതിന് ശേഷം ഉൾക്കൊള്ളാനുള്ള ശക്തി ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? സഹിച്ചു എന്നാൽ ഉൾക്കൊണ്ടില്ല. എന്നാൽ നമ്മൾ ഈ സഹിച്ചതിനെ ഒരിക്കലും പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് പാടില്ല. പകരം നമ്മൾ സഹിച്ചു എന്നാൽ ആ സഹിച്ചതിനെ കൂടി നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് കഴിയണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ചുറ്റും അത്ഭുതങ്ങൾ ഉണ്ടാവുക. എവിടെയാണോ സഹനശക്തി ഉപയോഗിച്ചതിന് ശേഷം പിന്നെ സഹിച്ചതിനെക്കുറിച്ച് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവിടെ തീർച്ചയായിട്ടും വഴക്കുണ്ടാകും, പിണക്കങ്ങളുണ്ടായിരിക്കും, ദേഷ്യത്തിൻ്റെ ഭാവമുണ്ടാകും, ഇതെല്ലാം അവിടെ ഉണ്ടാകും. പിന്നെയാണത് നമുക്ക് ദേഹാഭിമാനമായിട്ട് മാറുന്നത്.
ഇനി ആ സഹിച്ചതിനെ നമ്മൾ വർണ്ണിച്ച് അതിനെ പറഞ്ഞ് പരത്തുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? പരചിന്തനമാണത്. അതുകൊണ്ട് പരമാത്മാവ് നമ്മളോട് പറയുന്നത്, എപ്പോഴും നമ്മൾ കേട്ടിട്ടില്ലേ, വൃദ്ധരുടെ മനസ്സെന്ന് പറയുന്നത് വിശാലമായ മനസ്സായിരിക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പണ്ടൊക്കെ വീട്ടിലുള്ള അമ്മായിയമ്മമാരെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, വീട്ടിലെ മരുമക്കളുടെ കാര്യങ്ങൾ എപ്പോഴും അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും വരുന്ന ബന്ധുമിത്രാദികളുടെ അടുത്തും ഒക്കെ പറയാറുണ്ട്. അതായത് ആ മരുമകളെന്ന് പറയുന്നവരുടെ കുറവുകളോ അല്ലെങ്കിൽ അവരുടെ സ്വഭാവ സംസ്കാരമോ ഈ വയസ്സായവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, എപ്പോഴും പറയുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞ് നടക്കുന്ന സമയത്ത് ഈ മരുമകൾ തന്നെ ഒരു ദിവസം അറിയും, എൻ്റെ അമ്മായിയമ്മ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് മറ്റുള്ളവരോട് പറയുന്നുണ്ടെന്ന്. പക്ഷേ വയസ്സായവരെ നോക്കുന്നത് ആരാണ്? തീർച്ചയായും പുതിയ ജനറേഷനായിരിക്കും, അല്ലെങ്കിൽ മരുമക്കളായിരിക്കും. അപ്പോൾ മരുമക്കൾക്കും ഈ വയസ്സായവരെ നോക്കാനുള്ള മനോഭാവം അല്ലെങ്കിൽ അവരെ പരിചരിക്കാനുള്ള മനോഭാവം കുറയുകയാണ് ചെയ്യുന്നത്. അതിനാൽ സഹിച്ചു ചിലപ്പോൾ, പക്ഷേ സഹിക്കുന്നതിനൊപ്പം തന്നെ ഉൾക്കൊള്ളാനുള്ള ശക്തി, ഇവ രണ്ടും ബാലൻസ് ചെയ്ത് നമ്മൾക്ക് പോകണം. എങ്ങനെയാണ് ഒരു കുടുംബമാകുമ്പോൾ തീർച്ചയായും അമ്മായിയമ്മയും മരുമകളും ഒക്കെ ഉണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും സ്വഭാവ സംസ്കാരങ്ങളുടെ ഉരസലും ഉണ്ടായിരിക്കും. പക്ഷേ എന്നിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ സ്വഭാവ സംസ്കാരത്തെ ഉൾക്കൊള്ളാനായിട്ട് പറ്റണം. എങ്കിൽ മാത്രമാണ് കുടുംബം വളരെ സ്മൂത്തായി പോവുക. ഈ സംസ്കാരങ്ങളുടെ ഉരസലുണ്ടാകുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവുക. ഇനി എപ്പോഴാണോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണില്ല, അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റാതാകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് കഴിയില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളാനുള്ള ശക്തി നമ്മുടെ കുറയും. പ്രത്യേകിച്ചും ഒരു കുടുംബത്തിൽ തന്നെ അമ്മായിയമ്മ 10 കാര്യങ്ങൾ വേണ്ടാത്തത് ചെയ്തു, പക്ഷേ മരുമകൾ മനസ്സിലാക്കി അത് ശരിയല്ല, തെറ്റാണെന്ന്. പക്ഷേ മരുമകളൊന്നും പറയാതെ അതിനെ സഹിച്ചു, അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ സഹിക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ മരുമകൾ എന്താ ചെയ്യുക? അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ടാവില്ല. അവരെന്താണോ അല്ലെങ്കിൽ അമ്മായിയമ്മ എന്താണോ എങ്ങനെയാണോ അതേ തരത്തിൽ അമ്മായിയമ്മയെ ഉൾക്കൊള്ളാൻ പറ്റാതെ ചിലപ്പോൾ ഇതേ കാര്യങ്ങൾ എൻ്റെ അമ്മായിയമ്മ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ആളുകളുടെ മുന്നിൽ അതിനെന്ത് ചെയ്യും? വർണ്ണിക്കും, അല്ലെങ്കിൽ പറഞ്ഞ് പരത്താൻ സാധ്യതയുണ്ട്. അയൽപക്കത്തിൽ ഈ മരുമകൾക്ക് ഫ്രണ്ട് ഉണ്ടായിരിക്കും. ആ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് പറയും, എൻ്റെ അമ്മായിയമ്മ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്, ഒരുപാട് എന്നെ എൻ്റെ അമ്മായിയമ്മ ബുദ്ധിമുട്ടിക്കുകയാണ്, അസ്വസ്ഥപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ മരുമകൾ എന്താ ചെയ്തത്? തൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് എല്ലാം തുറന്ന് പറഞ്ഞ് തൻ്റെ മനസ്സിനെ എന്ത് ചെയ്തു? വളരെ ലൈറ്റാക്കി. അങ്ങനെ എല്ലാം തുറന്ന് പറഞ്ഞതിന് ശേഷം മനസ്സിനെ ലൈറ്റാക്കിയിട്ട് മരുമകൾ തിരിച്ചു വീട്ടിലേക്ക് വന്നു. എന്നാൽ ഈ ഫ്രണ്ടിനെ ഈ കാര്യത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഈ ഫ്രണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും എന്ന് പറയട്ടെ, ഫ്രണ്ടിൻ്റെ അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാകും. ആ ഫ്രണ്ട് വന്ന് എൻ്റെ അടുത്ത് ആ മരുമകൾ ഇതൊക്കെ എന്നോട് പറഞ്ഞു എന്ന് പറയും. സംഭവിക്കുന്നത് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഈ 2 പേരും കൂടിയിട്ട്, അതായത് ഈ വീട്ടിലെ മരുമകളും മരുമകളുടെ ഫ്രണ്ടും കൂടിയിട്ട് മാർക്കറ്റിലേക്ക് ഷോപ്പിങ്ങിനായിട്ട് പോയി. ആ സമയത്ത് എന്തായി? അമ്മായിയമ്മ ഈ ഫ്രണ്ടിൻ്റെ മരുമകളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അയൽപക്കത്തിലുള്ളത് ആരാണ്? ഈ ഫ്രണ്ടിൻ്റെ അമ്മയല്ലേ. ഈ അമ്മ എന്ത് ചെയ്യുമെന്ന് പറയട്ടെ, എല്ലാ കാര്യങ്ങളും ഈ അമ്മായിയമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ സമയത്ത് ഫ്രണ്ടിൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നത്, നോക്കൂ നിങ്ങൾക്ക് ഏജ് ആയില്ലേ, അവരുടേതെന്ന് പറയുമ്പോൾ പുതിയ ജനറേഷനാണ്, അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടുകൊടുക്കണം, വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടായിരിക്കണം, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഈ ഫ്രണ്ടിൻ്റെ അമ്മ ഈ അമ്മായിയമ്മയ്ക്ക് ഉപദേശങ്ങൾ ആരംഭിച്ചു. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടുകൊടുക്കൂ, മറക്കൂ എന്നൊക്കെ പറയാൻ തുടങ്ങി. അതിനൊക്കെ എല്ലാറ്റിനും സൊല്യൂഷൻ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഉടൻ തന്നെ ആ അമ്മായിയമ്മ ചോദിച്ചു, എൻ്റെ വീട്ടിൽ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ അമ്മ പറഞ്ഞു, നോക്കൂ നിങ്ങളുടെ മരുമകളെന്ന് പറയുന്നത് എൻ്റെ മകളുടെ ഫ്രണ്ടാണ്, അവരെല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വന്ന് തുറന്നു പറഞ്ഞു, അപ്പം ഞാൻ കേട്ടതാണ് ഇതെല്ലാം. ആ സമയത്ത് ഒരിക്കലും തന്നെ അമ്മായിയമ്മ ഒന്നും പറഞ്ഞില്ല. എന്നാൽ
കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മരുമകൾ വന്നു. ഈ മരുമകൾ വന്നാൽ പിന്നെ ആ വീട്ടിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? തീർച്ചയായിട്ടും അശാന്തി തുടങ്ങും, വഴക്കുണ്ടാകാൻ തുടങ്ങും, പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. അപ്പം നോക്കണം, മരുമകൾ സഹിച്ചു, പക്ഷേ ഒരിക്കലും ഉൾക്കൊണ്ടില്ല. അപ്പോൾ ഉൾക്കൊള്ളാതിരുന്നപ്പോൾ പ്രശ്നം അവിടെ സോൾവ് ചെയ്യല്ല ചെയ്യപ്പെട്ടത്, പകരം എന്താ സംഭവിച്ച? പ്രശ്നം ഒന്നുകൂടി രൂക്ഷമാവുകയാണ് ചെയ്തത്. അപ്പോൾ സഹനശക്തി ഉപയോഗിച്ച് ആ സഹനശക്തിയാകുന്ന മഹാനത ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്തില്ല, വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഈ അമ്മായിയമ്മ ചോദിക്കാതെ തന്നെ ഈ അയൽപക്കത്തിലെ ഫ്രണ്ടിൻ്റെ അമ്മ എന്താ ചെയ്യാൻ തുടങ്ങിയത്? സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കാരണം ചോദിക്കുമ്പോൾ മാത്രമേ സൊല്യൂഷൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, ചോദിക്കാതെ ഒരിക്കലും സൊല്യൂഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ ഫ്രണ്ടിൻ്റെ അമ്മ ചെയ്തത് എന്തെന്ന് പറയട്ടെ, തീയിൽ കുറച്ചുകൂടെ എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കുന്നതിന് തുല്യമായി മാറി. അപ്പോൾ ആ പ്രശ്നം എന്താ ചെയ്തത്? ആ കുടുംബത്തിൽ അതൊന്നുകൂടി ആളിക്കത്തുവാൻ ആരംഭിച്ചു. അതുകൊണ്ട് പരമാത്മാവ് നമ്മളോട് പറയുന്നത് ഇതാണ്: വിശാലമായ ഹൃദയം വയ്ക്കൂ, ഒരിക്കലും ചെറിയ ഹൃദയം വയ്ക്കരുത്. ഇങ്ങനെയായിരുന്നു ബ്രഹ്മാബാബയും. എല്ലാവരുടെ കുറവുകളെയും കണ്ടു, കുറവുകളെയും ബ്രഹ്മാബാബ ശരിക്കും അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ടാണല്ലോ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപനയും ഉണ്ടായത്. ഇത്രയും സഹോദരി സഹോദരന്മാർ ഒന്നിച്ചുണ്ടായില്ലേ? ഇത്രയും സഹോദരി സഹോദരന്മാരെ ഒരിക്കലും സമ്പൂർണതയോടുകൂടി അല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അതിനാൽ ബ്രഹ്മബാബ എങ്ങനെയാണ് ചെയ്തത്? എല്ലാ കുറ്റങ്ങളും കുറവുകളും കുട്ടികളുടെ കണ്ടിട്ടും അതിനെ ബ്രഹ്മബാബ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ പരമാത്മാവ് നമ്മളോട് ഇതാണ് പറയുന്നത്: മറ്റുള്ളവരുടെ കുറവുകളെ കാണരുത്, അതിനെപ്പറ്റി ചിന്തിക്കരുത്, പറയരുത്, അതിനെ ഉൾക്കൊള്ളുക. അതിനാൽ നമ്മളേവരും ചെയ്യേണ്ട കാര്യം ഇതാണ്: ആരുടെയും കുറ്റങ്ങളും കുറവുകളും കാണാതിരിക്കുക. അതിനാൽ സ്വയം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്: മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളെയും ഉൾക്കൊള്ളുന്നവരായി മാറുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈശ്വരനിൽ നിന്നും വരദാനം സ്വീകരിക്കുന്നവരായി മാറും. രണ്ടാമത്തേതാണ്, നമുക്ക് വിഘ്നവിനാശകരായി മാറണം. അപ്പോഴാണ് ഉൾക്കൊള്ളാനുള്ള ശക്തി വിശേഷ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ രണ്ട് വിശേഷതകൾ, ഒന്ന് വേണ്ടത് നമുക്കിതാണ്: ഏകത, ഐക്യമുണ്ടാകണം. രണ്ടാമത്തേത് സന്തുഷ്ടതയും വേണം. അതിനാൽ ആരുടെ സംസ്കാരമാണെങ്കിലും നമ്മൾ കണ്ടാൽ കയ്യടിക്കാൻ പാടില്ല. കയ്യടിക്കുക അർത്ഥം എന്താണ്? നമ്മളതിനെ വർണ്ണിക്കലാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളെ പരിവർത്തനപ്പെടുത്തണം, സ്വയം ഉൾക്കൊള്ളാനുള്ള ശക്തി നേടുകയും വേണം. തീർച്ചയായിട്ടും സംസ്കാരവും നമ്മുടെ ശീതളമായി മാറിക്കോളും. അങ്ങനെയുള്ള സേവാധാരിയായി മാറണം. പരമാത്മാവിൻ്റെ സാക്ഷാത്കാരം ചെയ്യിപ്പിക്കുന്ന സാക്ഷാത് മൂർത്തിയായി മാറണം. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ഈ സംഘടനയെ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടി നമുക്ക് ഉൾക്കൊള്ളാനുള്ള ശക്തി വളരെയധികം ആവശ്യമാണ്. ആദ്യത്തെ കാര്യം നമ്മൾ കേട്ടു, ജ്ഞാനത്തിൻ്റെ ഓരോരോ കാര്യങ്ങളെയും ഉൾക്കൊള്ളുക. രണ്ടാമത്തേത് വിസ്താരത്തെ നമ്മൾ ഉൾക്കൊള്ളുക സാരരൂപത്തിൽ. മൂന്നാമത്തേത് നമ്മുടെ സംഘടനയെ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും നമുക്ക് ഉൾക്കൊള്ളണം. പിന്നെ നമ്മൾ വിവേകശാലികളായി മാറി അതിനെ പരിവർത്തനപ്പെടുത്തുകയും വേണം. നാലാമത്തെ കാര്യം, എങ്ങനെയാണോ സാഗരം എത്ര വിശാലമാണ്. അനേക പ്രകാരത്തിലുള്ള നദികളിലെ എല്ലാ വേസ്റ്റുകളെയും ചുമന്നുകൊണ്ട് നദികൾ വന്നാലും അതിനെ മുഴുവൻ ആ സാഗരം ഉൾക്കൊള്ളുന്നു. കാരണം സാഗരത്തിന് ഉൾക്കൊള്ളാനുള്ള ശക്തിയുണ്ട്, ഒപ്പം തന്നെ നേരിടുകയും ചെയ്യുന്ന ശക്തിയുണ്ട്. ഇനി ആ ഒരു തിരമാലകൾ എത്ര ശക്തമായിട്ടുള്ളതാണ്. എത്ര വലിയ കൊടുങ്കാറ്റുകൾ വന്നാലും ആ കൊടുങ്കാറ്റിനെ തിരമാലകളെ ഉപയോഗിച്ചുകൊണ്ട് അതിനെന്താ ചെയ്യുന്നത്? നേരിടുന്നു. അപ്പോൾ സാഗരത്തിന് നോക്കണം, ഒന്ന് ഉൾക്കൊള്ളാനുള്ള ശക്തിയുമുണ്ട്, ഒപ്പം നേരിടാനുള്ള ശക്തിയുമുണ്ട്. ഒന്ന്, അനേക പ്രകാരത്തിലുള്ള നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന എല്ലാ വേസ്റ്റിനെയും എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു.
ഒന്ന്, ഭാരമുള്ള വസ്തുക്കളെ മുഴുവൻ സാഗരം എന്താ ചെയ്യുന്നത്? തൻ്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ വളരെ ലൈറ്റായിട്ടുള്ളതിന് എന്ത് ചെയ്യുന്നു? തൻ്റെ തിരമാലകൾ ഉപയോഗിച്ച് അതിനെ പുറന്തള്ളുകയും ചെയ്യുന്നു. ഒരിക്കലും സാഗരം എങ്ങനെയാണ് ലൈറ്റായിട്ടുള്ള കാര്യങ്ങളെ, അതായത് ചെറിയ ചെറിയ കാര്യങ്ങളെ ഒരിക്കലും തൻ്റെ അടുക്കൽ വയ്ക്കാറില്ല. അതുപോലെ വേസ്റ്റായതിനെയും പുറംകടലിലേക്ക് എന്താ ചെയ്യുന്നത്? അത് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമുക്കും സാഗരം പോലെയായി തീരണം. അത്രയും വിശാലത നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ നമ്മൾ ഗംഭീരത, അതായത് ഓരോ കാര്യങ്ങളുടെയും ഗൗരവത്തെ മനസ്സിലാക്കുകയും വേണം. ഏത് കാര്യങ്ങൾ തന്നെ വന്നാലും ആ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? സ്വയം ഉൾക്കൊള്ളുക. ഇനി എന്ത് നമുക്ക് പ്രയോജനമില്ലാത്ത കാര്യങ്ങളുണ്ടോ അതിനെ നമ്മൾ പുറന്തള്ളുക. ഇനി എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വന്നാലും അതെനിക്ക് വേണ്ടാത്തതാണെങ്കിൽ കേട്ടിട്ടും കേൾക്കാതിരിക്കണം. എങ്ങനെയാണോ ഭഗവാൻ എപ്പോഴും പറയാറില്ല, സാഗരത്തിൻ്റെ അടിത്തട്ടിൽ മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും ഉണ്ടെന്ന്. അതേപോലെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളുമായിരിക്കണം. ആ മുത്തുകളും പവിഴങ്ങളും ഉള്ളതിനെ തന്നെയാണ് പറയുന്നത് സമ്പന്നരായി മാറുക, സമ്പൂർണരായി തീരുക. അതായത് നമ്മുടെ ഉള്ളിൽ അത്രയും ഉൾക്കൊള്ളാനുള്ള ശക്തി ഉണ്ടാകുമ്പോൾ മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കും. കാരണം സംഗമയുഗത്തിലെ പരമാത്മാവ് പോലും ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നമ്മളിൽ നിറയ്ക്കാൻ വേണ്ടിയാണ്. അതിനാൽ സമ്പന്നരായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ആധാരമാണ് ഉൾക്കൊള്ളാനുള്ള ശക്തി. അപ്പോൾ സാഗരം പോലെ ആകുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്? അകല്യാണകാരിയായിരിക്കുന്ന ആളുകളുടെ മുന്നിൽ പോലും കല്യാണത്തിൻ്റെ ഭാവന നമുക്കുണ്ടാകും. ആരിലെങ്കിലും അവഗുണങ്ങളുണ്ടെങ്കിൽ പോലും ആ അവഗുണങ്ങൾ കാണുമ്പോഴും അതിനെ ഗുണമാക്കി നിങ്ങൾ ചേഞ്ച് ചെയ്യണം. എങ്ങനെയാണോ സാഗരം വേസ്റ്റിന് എന്താ ചെയ്തത്? ഉൾക്കൊണ്ടു, കണ്ടു, സ്വീകരിച്ചു, അതിനെ ഉൾക്കൊണ്ടു. എന്നാൽ ചില സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലേ, ഈ വേസ്റ്റുകൾ തന്നെയാണ് ചിപ്പികൾക്കുള്ളിൽ കയറിയിട്ട് എന്തായി മാറുന്നത്? മുത്തായി മാറുകയും ചെയ്യുന്നത്. അതിനാൽ എന്ത് നഷ്ടങ്ങളുണ്ടോ ആ നഷ്ടത്തെ ലാഭമാക്കി പരിവർത്തനം ചെയ്യൂ. നിന്ദയെ സ്തുതിയായി പരിവർത്തനം ചെയ്യൂ. ഇങ്ങനെയൊരു ദൃഷ്ടിയും ഇങ്ങനെയുള്ളൊരു മനോഭാവം ഉള്ള വ്യക്തികളെ തന്നെയാണ് വിശ്വകല്യാണകാരി എന്ന് പറയുക. അതുകൊണ്ട് 4ാമത്തെ കാര്യമാണ് സാഗരം പോലെയായി മാറണം. 5ാമത്തെ കാര്യമാണ് എന്താണ് ഇനി അടുത്തത് ഉൾക്കൊള്ളേണ്ടത്? 5ാമത്തെ കാര്യമാണ് പരമാത്മാവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ അലിഞ്ഞിരിക്കണം, അതിൽ നമ്മൾ ലയിച്ചു ചേരണം. കാരണം എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മാവിനോട് സ്നേഹമുണ്ട്, പരമാത്മാവിനും എല്ലാ ആത്മാക്കളോടും സ്നേഹമുണ്ട്. കാരണം ഏതൊരു വ്യക്തിയെ നോക്കിക്കഴിഞ്ഞാൽ ഈശ്വരനെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ. പരസ്പരം നമുക്ക് ഈശ്വരനോട് സ്നേഹമില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ഇവിടെ എത്തിച്ചേരില്ല. ദിലാരാമനായിരിക്കുന്ന ഈശ്വരനോടുള്ള സ്നേഹമാണ് നമ്മളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്, ഹൃദയത്തിൻ്റെ സ്നേഹം. അതിനാൽ നമ്മുടെ ഹൃദയത്തിൽ പരമാത്മാവല്ലാതെ വേറൊന്നും ഉണ്ടാകരുത്. പരമാത്മാവാണ് നമ്മുടെ ലോകമെന്ന് പറയുന്നത്. പരമാത്മാവിനെ നമുക്ക് നമ്മുടെ ഹൃദയത്തിലാണ് വെക്കേണ്ടത്. അതിനർത്ഥം അതായത് ഈശ്വരൻ്റെ ലോകത്തിൽ നമ്മൾ അലിഞ്ഞിരിക്കുന്നവരാകണം. അങ്ങനെയാകുമ്പോൾ ഈ ലോകത്തിൽ ഒന്നും തന്നെ നമുക്ക് കാണപ്പെടില്ല. അതായത് പരമാത്മാവിൻ്റെ സ്നേഹത്തിൽ സദാസമയവും ലൗലീനമായിട്ടിരിക്കുക. കാരണം അവിടെയും നമുക്ക് ഉൾക്കൊള്ളാനുള്ള ശക്തി ആവശ്യമാണ്. അതായത് ഈശ്വരൻ്റെ മുഴുവൻ സ്നേഹത്തെയും നമ്മൾ ശരിക്കും സ്വീകരിക്കണം. അതാണ് ഈശ്വരനിൽ അലിഞ്ഞു ചേരുക എന്ന് വെച്ചാൽ. പരമാത്മാവിൻ്റെ ഗുണങ്ങൾ ജ്ഞാനമാണ്, സുഖമാണ്, ആനന്ദമാണ്. പരമാത്മാവ് ഇതിൻ്റെയൊക്കെ സാഗരമാകുന്നു. അതിൽ നമ്മൾ അലിഞ്ഞു ചേരണം. അപ്പോൾ ആ ഗുണങ്ങളെല്ലാം തന്നെ നമ്മുടെ പ്രോപ്പർട്ടി ആയിട്ട് മാറും. ഇങ്ങനെയുള്ള കുട്ടികളെ കണ്ടിട്ട് പരമാത്മാവിനും സന്തോഷമുണ്ടാകും. അതിനാൽ ഈ 5 കാര്യങ്ങളെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത്. 6ാമത്തെ വിധിയാണ് ഏത് സമയമാണെങ്കിലും സന്ദർഭമാണെങ്കിലും ആളുകളുടെ ഇടയിലാണെങ്കിലും നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. അനേക പ്രകാരത്തിലുള്ള കാര്യങ്ങൾ വരും, പരിതസ്ഥിതികൾ വരും.
വളരെ ഭീകരമായ പരിതസ്ഥിതികളും സന്ദർഭങ്ങളുമായിരിക്കും നമ്മുടെ മുന്നിലേക്ക് വരിക. എന്നാൽ ഓരോ കാര്യങ്ങളിലും നമുക്ക് നമ്മളെ പദവിയോടെ പാസ്സാക്കുന്നവരാക്കണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ശക്തി നമുക്ക് വളരെ ആവശ്യമാണ്. അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശക്തിയിലൂടെ മാത്രമാണ് നമുക്ക് വിജയികളായി മാറാൻ കഴിയുക. എങ്ങനെയാണോ ബ്രഹ്മബാബ കുട്ടികളുടെ മുന്നിൽ ബാബ എന്താകും? കുട്ടിയായി മാറും. എന്നാൽ വലിയവരുടെ മുന്നിൽ ബാബ വലിയൊരാളാകും. ബാബ ഏത് പ്രായക്കാരാണോ ബാബയുടെ മുന്നിൽ വരുന്നത്, ആ ഒപ്പത്തിനൊപ്പം ആ സമപ്രായത്തിലേക്ക് ബാബയും വരുമായിരുന്നു. ഏത് സാഹചര്യമാണെങ്കിലും. ഇപ്പോൾ ബ്രഹ്മബാബ ബഗറി ലൈഫിലേക്ക് വന്നു, ആ സമയത്തും ബ്രഹ്മബാബ സ്വയം അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ആ സമയത്ത് ബ്രഹ്മബാബ ലൗകികത്തിലായിരുന്നപ്പോഴും ബാബ എത്ര ധനികനായിരുന്നു. ആ ധനികനായിരിക്കുന്ന അവസ്ഥയിലും ബാബയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ബ്രഹ്മബാബ ഇങ്ങനെയായിരുന്നു. ഓരോ പ്രകാരത്തിലുള്ള സിറ്റുവേഷനും പരിതസ്ഥിതികൾ ലൈഫിലേക്ക് വന്നപ്പോഴും ബ്രഹ്മബാബ അതിനെ അഡ്ജസ്റ്റ് ചെയ്തു. ഇതേപോലെ സമയം എപ്പോഴും ഒരുപോലെ തന്നെ ആയിരിക്കില്ല. ഓരോ സമയവും പല പല പരിതസ്ഥിതികൾ പല സമയങ്ങൾ മാറി മാറി വരും. ഏതേതെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ ഏത് സന്ദർഭത്തിലും ഏത് കാര്യത്തിലും ആരുടെ മുന്നിലും നമുക്ക് അഡ്ജസ്റ്റ് ആകണം. അതായത് ആ സന്ദർഭത്തെ, ആ കാര്യത്തെ, ആ വ്യക്തിയെ നമ്മൾ സ്വയം ഉൾക്കൊള്ളുക. അത് നല്ല പരിതസ്ഥിതിയാകാം, ചീത്ത പരിതസ്ഥിതിയാകാം, നമ്മളെ ഇളക്കുന്ന പരിതസ്ഥിതിയാകാം. എന്നാൽ ഓരോ സമയത്തും ഓരോ സാഹചര്യത്തിനനുസരിച്ചും നമുക്ക് അഡ്ജസ്റ്റ് ആകണം. അത് കമ്പനിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴായിക്കോട്ടെ. നമ്മൾ രണ്ട് പ്രകാരത്തിലും അഡ്ജസ്റ്റ് ആകണം. ഒറ്റയ്ക്കായിരിക്കുമ്പോഴും നമ്മൾ അഡ്ജസ്റ്റ് ആവുക, കൂട്ടത്തിൽ എല്ലാവരുടെ കൂടെ ജീവിക്കുമ്പോഴും നമ്മൾ അഡ്ജസ്റ്റ് ആകണം. കാരണം അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സവിശേഷമായ ഗുണമാണ്. ഒരിക്കലും തലയെ ഭാരമുള്ളതാക്കി മാറ്റാൻ പാടില്ല. പലപ്പോഴും സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സാഹചര്യങ്ങളെ നമ്മൾ അതിജീവിക്കുമ്പോൾ തലയ്ക്കൊരു ഭാരമുണ്ടാകും. മായയുടെ ഏറ്റവും വലിയൊരു വാതിലാണ് നമുക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് സേവനത്തിലാകാം, അല്ലെങ്കിൽ കുടുംബത്തിലാകാം, നമ്മുടെ സ്വഭാവ സംസ്കാരത്തിലാകാം. എനിക്ക് അഡ്ജസ്റ്റ് ആകാൻ കഴിയുന്നില്ല. കാരണം എവിടെയും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ അത് ഏറ്റവും വലിയ മായയുടെ വാതിൽ തന്നെയാണ്. കാരണം എവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശക്തിയുണ്ടോ അവിടെ സഹനശക്തി ഉണ്ടാകും, അവിടെ അന്തർമുഖതയുണ്ടാകും, എല്ലാം ഉണ്ടാകും. എല്ലാ ഗുണങ്ങളും ഓട്ടോമാറ്റിക്കലി വരും. അതുകൊണ്ടാണ് പരമാത്മാവ് നമ്മളോട് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യുന്നതും ആ കാര്യത്തിൽ ഒന്നാമനാകണം, അതായത് അർജുനനാകണം. കേട്ടിട്ടില്ലേ നമ്മൾ? ഏത് കാര്യത്തിലും നമ്മൾ കേട്ടിരിക്കുന്നത് എന്താണ്? പഞ്ചപാണ്ഡവരിൽ ഒന്നാമനാണ് അർജുൻ. അതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ അർജുനനായി മാറണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണം. എന്നും നമ്മൾ പറയേണ്ട ഒരു ശബ്ദം ഇതാണ്, താങ്കൾ, ആപ്പ് പഹലെ, താങ്കൾ ആദ്യം, താങ്കൾ ചെയ്യൂ. അതിനാൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും ആളുകളെ മുന്നിലേക്ക് കൊണ്ടുവരിക. അവരോട് നമ്മളെ പറയുക, പ്ലീസ് നിങ്ങൾ മുന്നിലേക്ക് വരൂ. ഇനി എത്രത്തോളം നമ്മൾ മുന്നിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നുവോ അത്രത്തോളം നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കണം. എവിടെയാണോ പരിവർത്തനം ചെയ്യേണ്ടതായിട്ട് വരുന്നത് അവിടെ ഞാൻ ഫസ്റ്റ്. എക്സാമ്പിളായിട്ട് മാറേണ്ടത് എപ്പോഴും എനിക്കാണ്. എവിടെയാണോ പരിവർത്തനത്തിൻ്റെ കാര്യം വരുന്നത് അപ്പോൾ പറയണം ഞാൻ ഫസ്റ്റ്. എവിടെയാണോ ബഹുമാനം കൊടുക്കേണ്ടതായിട്ട് വരുന്നത് അവിടെ പറയണം ആദ്യം താങ്കൾ. ഇങ്ങനെ ആർക്കാണോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകുന്നത് അവരാണ് അർജുനനാകുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശക്തിയെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള ശക്തിയാണ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം കേട്ടതെന്താണ്? ആദ്യത്തേതാണ് ജ്ഞാനത്തിൻ്റെ ഓരോരോ പോയിൻറ്റിനെയും ഗ്രഹിക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ വാല്യൂവിനെ വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. രണ്ടാമത്തേത് വിസ്താരത്തെ സാരത്തിലേക്ക് കൊണ്ടുവരിക. മൂന്നാമത്തേതാണ് നമ്മൾ സംഘടനയിൽ ഇരുന്നു കൊണ്ടും
മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കുറവുകൾ കണ്ടാലും അതിനെ ഉൾക്കൊള്ളുക. നാലാമത്തേത് സാഗരത്തെ പോലെ തന്നെ. സാഗരത്തിലേക്ക് എങ്ങനെയാണോ അനേക പ്രകാരത്തിലുള്ള നദികൾ വരുമ്പോൾ നദികൾ ഒരുപാട് പ്രകാരത്തിലുള്ള അഴുക്കുകളും വഹിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷെ സാഗരം എന്ത് ചെയ്യുന്നു? അതിനെ സ്വീകരിക്കുന്നു. വേണ്ടത് മാത്രം എടുക്കുന്നു, വേണ്ടാത്തതിനെ പുറന്തള്ളുന്നു. അതേപോലെ ആയിരിക്കണം നമ്മൾ അനേകം പേരുടെ കൂടെ ജീവിക്കുമ്പോൾ അവരിൽ എന്താണോ നല്ലതുള്ളത് അത് മാത്രം എടുക്കുന്നു, നല്ലതല്ലാത്തതിനെ നമ്മൾ വിട്ടുതള്ളുന്നു. ഇനി അവരിലെ നന്നല്ലാത്തതിനെ പോലും നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ചേഞ്ച് ചെയ്യുകയും വേണം. അഞ്ചാമത്തെ കാര്യമാണ് പറഞ്ഞത്, പരമാത്മാവിൻ്റെ സ്നേഹത്തെ നമ്മൾ ഉൾക്കൊള്ളുക. അതായത് ഈശ്വരൻ്റെ സ്നേഹത്തെ മുഴുവൻ സ്വീകരിക്കുക. ആറാമത്തേതാണ്, എങ്ങനെയാണോ സമയം, സന്ദർഭം, ആളുകൾ, സാധനങ്ങൾ എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അഡ്ജസ്റ്റ് ചെയ്യുന്നവർ തന്നെയാണ് വിജയികളായി മാറുന്നത്. ഈ 6 കാര്യങ്ങളെയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ധാരണ ചെയ്യണം. ഈ 6 കാര്യങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുന്നതിലൂടെ ആ വ്യക്തി നമ്പർ 1 പാസ്സാവുക തന്നെ ചെയ്യും. ഈ 6 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വാല്യൂവിനെ വർദ്ധിപ്പിക്കാനായി പറ്റും. ശരിയല്ലേ? ഓം ശാന്തി.